ചെന്നപ്പോൾ തന്നെ ലാലേട്ടനായിട്ട് പിന്നെ അതിന് മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൂപ്പ യാത്ര പോയിട്ട് പണി കിട്ടി തിരിച്ചു വന്നല്ലേ. അവിടെ പോയി സംഭവം മൊബൈൽ ഫോൺ പോയി, പൈസ പോയി, എല്ലാം മോഷണം പോയി. നമസ്കാരം. എല്ലാ ദിവസവും നമ്മുടെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ വിരുന്നു വരുന്ന ക്ലീറ്റോ ദൃശ്യം 3 ഒരു ഞെട്ടിക്കുന്ന കഥാപാത്രവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് മത്തായിച്ചൻ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഞാനതിൻ്റെ സസ്പെൻസ് പൊളിക്കുന്നില്ല, കാരണം പടം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യത്തിലെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ദൃശ്യത്തിലെ ഒരനുഭവം എന്നല്ല, എനിക്കുണ്ടായിരുന്ന ദിവസമെല്ലാം ഭയങ്കര അനുഭവമാണ്. കാരണം ലാലേട്ടൻ്റെ കൂടെയുള്ള ദിവസങ്ങളായിരുന്നല്ലേ. പിന്നെ ജിത്തു ജോസഫിനെ പോലെ, സാറിനെ പോലത്തെ ഒരു വലിയ ഡയറക്ടർ, പിന്നെ ഒരു വലിയ ക്രൂ, പിന്നെ മീന മാഡം, അങ്ങനെ ഒരു വലിയ ടീമിൻ്റെ കൂടെ ഇത്ര ദിവസം അഭിനയിക്കാൻ പറ്റിയത് ഒരു വലിയ സന്തോഷമല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇതാണ്. ഇത്രയും ദിവസമൊക്കെ നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസത്തെ വർക്കോ അങ്ങനെ ഒരു സീനുകളൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇതിനകത്തിപ്പോൾ കൂടുതൽ സീൻസും ലാലേട്ടനോടൊപ്പം ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു വലിയൊരു ഭാഗ്യമാണ്. ഞാൻ പറയില്ല, അതിൻ്റെ ഒരു സന്തോഷത്തിൽ നിന്ന് ഇതുവരെ ഞാനിപ്പോഴും നമ്മളായിട്ടില്ല. അതെ, അത് വലിയൊരു ഇത് തന്നെയാണ് കേട്ടോ. ആദ്യമായിട്ട് ലാലേട്ടനോടൊപ്പമുള്ള ഒരു സീൻ വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഒരു വിറയലൊക്കെ ഉണ്ടായിരുന്നു? കാരണം ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. ജെസിക്ക വർഷങ്ങളായിട്ട് ക്യാമറയെ അഭിമുഖീകരിക്കുന്ന ആളാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ സഹകരിച്ച് സ്റ്റേജ് പ്രോഗ്രാം വരെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളിൻ്റെ അടുത്ത് സഭാകമ്പത്തെ കുറിച്ച് ചോദിക്കേണ്ടതില്ല. പക്ഷേ ലാലേട്ടനോടൊപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ചെന്നപ്പോൾ തന്നെ ലാലേട്ടനായിട്ട് പിന്നെ അതിന് മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ കാണുകയും അറിയുകയൊക്കെ ചെയ്യുക, അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു സന്തോഷമാണ് അദ്ദേഹത്തിന് നമ്മളെ അറിയാം എന്നുള്ളതും. പിന്നെ ചെന്ന് നമ്മൾ ഷൂട്ടിങ്ങിന് മുന്നേ തന്നെ അവിടെ ചെന്ന് അതിന് മുമ്പ് ലാലേട്ടനെ കണ്ട് കുറേ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മളോട് ഈ സംസാരിച്ച് ഒക്കെ അടുത്ത് കഴിയുമ്പോൾ സത്യത്തിൽ നമ്മൾ ഇതൊരു മഹാപ്രതിഭയാണ് നമ്മളെ കൂടെ നിൽക്കണമെന്നുള്ളത് നമ്മൾ മറന്നു വേണം. അത്രയും വളരെ ഇതാക്കും, നമ്മളുമായിട്ട് ഭയങ്കര ക്ലോസ് ആവും. അപ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഭയം നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ലാലേട്ടൻ്റെ ഞാൻ മനസ്സിലാക്കിയൊരു ഇതാണ്, ആ സീൻ എടുക്കുന്നതിന് മുമ്പാണെങ്കിലും അതിന് മുന്നാണെങ്കിലും നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ വളരെ കൂളാക്കി. അത് എനിക്ക് ലാലേട്ടൻ്റെ ഒരു രീതിയാണെന്ന് തോന്നുന്നു, നമ്മളൊക്കെ കൂളാക്കുക. മേ ബി നമ്മളെ ഈ പറഞ്ഞമാര് ആ സീൻ നന്നാവണമല്ലോ, നമ്മളതിൽ നന്നായിട്ട് പെർഫോം ചെയ്യണമല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെലിവിഷൻ ഷോകളിൽ. ഇപ്പോൾ അലിയൻസോ മറിമായോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് പുതിയൊരാൾ വരുമ്പോൾ, നമ്മുടെ ഈ തട്ടകത്തിലുള്ള ആളല്ലാത്ത ഒരാൾ പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യും. കാരണം അവരും പെർഫോം ചെയ്താലേ ആ സീൻ നന്നാവുള്ളൂ, നമുക്കും ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറൊരു സൈക്കോളജിയാണ്. കാരണം മൊത്തത്തിൽ നമുക്ക് ആ ഒരു വർക്ക് നന്നാവണ്ടേ. അപ്പോൾ അതിന് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും ചെയ്യാറുണ്ട് കേട്ടോ. ആ വരണ ഒരാളിനെ അതിൻ്റെ ഒരു വലിയ അനുഭവമാണ്. നമ്മളിപ്പോൾ സിനിമയിൽ ചെന്നപ്പോൾ ലാലേട്ടൻ നമ്മളോട് മനസ്സിലായില്ലേ, അത് പിന്നെ നമ്മളോടൊരു ഇഷ്ടവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കും പിന്നെ അങ്ങനെ ഒരു ടെൻഷൻ സത്യത്തിൽ അങ്ങനെ ഒരു വലിയ വിഷമം തോന്നിയില്ല. സത്യത്തിൽ അങ്ങനെ ഒരു ടെൻഷനൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, ലാലേട്ടനുള്ളതല്ലേ. അപ്പോൾ അതിന് നമ്മൾ സകല പ്രാർത്ഥനകളോടുകൂടി തന്നെ തുടങ്ങി. അപ്പോൾ ഈ ആദ്യമായിട്ട് ഈ പടം കണ്ടല്ലോ, ഈ പടം കണ്ട് തിയേറ്ററിൽ ചെന്നപ്പോൾ കാരണം എങ്ങനെയായിരുന്നു പ്രേക്ഷകരുടെയൊക്കെ ഒരു പ്രതികരണം? തിയേറ്ററിൽ എന്നായിരിക്കുമല്ലോ പടം കണ്ടത്? ഞാൻ തിയേറ്ററിൽ ആണ് കണ്ടത്. ഞാൻ വേറൊരു സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നിട്ട് അന്ന് അവിടെ തിയേറ്ററിൽ പോയാൽ കണ്ടത്. എനിക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഞാനൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോയി. പെട്ടെന്ന് നമ്മളെ തിരിച്ചറിയണ്ട, കാരണം തിരക്കുമൊക്കെ ആണല്ലോ. അപ്പോൾ പക്ഷെ ഭയങ്കര ഞാൻ പറയില്ലേ, ഞാനങ്ങ് ആസ്വദിച്ചത്. കാരണം ആൾക്കാർ എൻ്റെ സീൻ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ടോട്ടൽ സിനിമ തീർന്നു കഴിഞ്ഞപ്പോൾ നല്ല കയ്യടി ഉണ്ടായിരുന്നു തിയേറ്ററിൽ. എനിക്ക് അത് ഭയങ്കര സന്തോഷമായ ഒരു കാര്യമാണ്. സിനിമ തീർന്നപ്പോൾ നല്ല ക്ലാപ്പ്, കാരണം ഇരുന്ന ഫുൾ ഓഡിയൻസും ക്ലാപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സിനിമയുടെ സക്സസ് ആണ്. കാരണം നമ്മളൊരു സ്റ്റേജ് ഷോയൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ലാസ്റ്റ് ഐറ്റം കഴിയുമ്പോൾ ഒരു കയ്യടി നമുക്കുണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ, അതുപോലത്തെ ഒരു ഭയങ്കര സന്തോഷമാണ് ഈ സിനിമ കഴിഞ്ഞ്. ഞാനത് പലയിടത്തും ചോദിച്ചു, പല സുഹൃത്തുക്കളോട് ഞാൻ സിനിമ കഴിയുമ്പോൾ എങ്ങനെ ഒരു ക്ലാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചിലർ പറഞ്ഞു ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ട സിനിമ ആ തിയേറ്ററിൽ അന്ന് നല്ല കയ്യടി ക്ലാപ്പ് ഉണ്ടായിരുന്നു സിനിമ തീരുമ്പോൾ. അപ്പോൾ അതൊരു ഞാൻ പറയാം, നമ്മളെപ്പോലുള്ള ഒരാൾ ആ സിനിമ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ദൃശ്യത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും, കാരണം ദൃശ്യം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുത്തു കാണും. അപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ നിന്ന്
വേറെ ഒരു വഴിക്ക് പോകാം. ഓ, അതായത് ഒരുപാട് പേര് റിയാസൊക്കെ ഇന്റർവ്യൂവിൽ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ അളിയൻസിന്റെ കുറെ ഫാൻസുകൾ, അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ റിയാസൊക്കെയാണ് വരുന്നത് ഇന്റർവ്യൂവിന്, അളിയൻസിന്റെ ഫാൻസുകാർ, ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും ഇത്തരത്തിൽ പറയണം, ഇത് ചോദിക്കണം, ഇത് ചോദിക്കണം, അത് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു വിടുകയാണ്. അളിയൻസിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു കെമിസ്ട്രി? കാരണം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. ആണ് അത് പറഞ്ഞ മാതിരി അതിങ്ങനെ ഉണ്ടായി വന്നതാണ്. നമ്മൾ ആദ്യമൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഇത് ഒരു പുതിയ പ്രോഗ്രാം ഒരു ഇതുമില്ലാതെ തുടങ്ങി പറഞ്ഞതല്ലേ. പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് വേറെ വർക്കുകൾ ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി വന്നപ്പോൾ ഇപ്പം വർഷം 10 ആയില്ലേ. അപ്പോഴത്തേക്കും എല്ലാവരും ആയിട്ടുള്ള കെമിസ്ട്രി അത് ഇപ്പം നല്ല സിങ്കാണ്. ആരെവിടെ എന്ത് പറയും, ആരെവിടെ നിർത്തും, എന്ത് പറയണം എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഓൾറെഡി അതൊരു കൃത്യമായിട്ടും ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഉണ്ട്, സ്ക്രിപ്റ്റ് എപ്പിസോഡുകൾക്ക് സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷേ ഈ സ്ക്രിപ്റ്റ് അതിലപ്പുറം അതിലെഴുതിയിരിക്കണ കണ്ടന്റ് നമ്മൾ എടുത്തിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത് എല്ലാവരും. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. അത് സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യും. ഇപ്പം എസ്പെഷ്യലി നമുക്ക് മറിമായത്തിലാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ അവിടുത്തെ സർക്കാരിൻ്റെ ഒരു നിയമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം പറയണതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ സ്ക്രിപ്റ്റ് റൈറ്റർ എങ്ങനെയായാലും അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്ത് കൃത്യമായിട്ടായിരിക്കും അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മളത് കറക്റ്റായിട്ട് ആ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്ത് തന്നെ പോകേണ്ടി വരും. അല്ലാത്തതിൽ പിന്നെ എല്ലാവരും പരസ്പരം നമ്മൾ ഈ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് അത് അങ്ങനെയാണ്. അതൊരു ആർട്ടിസ്റ്റിൻ്റെ എല്ലാവരുടെയും ഒരു ഭയങ്കര കൂട്ടായ്മ, ഒരു കെമിസ്ട്രി ഉണ്ട് അതിൽ. ഇതെങ്ങനെ ഈ ചിരിക്കാതെയൊക്കെ ഇത് പറയുന്നത്? കാരണം നമ്മൾ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ശരി, നമുക്ക് അങ്ങനെ ചിരിയൊന്നും വരില്ല. പക്ഷെ ഇത് സാധാരണ നമ്മൾ ഈ ഓർത്തോർത്തോർത്ത് ചിരിക്കാനുള്ള ഇത് ചിരിക്കാതെ നിങ്ങളുടെ താരാ പറഞ്ഞേ. ഇതെല്ലാം ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം പലപ്പോഴും കൈവിട്ട് പോയി ചിരിക്കാറുണ്ട്. പക്ഷെ ഇത് എഡിറ്റ് ചെയ്ത അവസാനം ഇതല്ലേ നിങ്ങൾ കാണുക. എത്രയോ 6-7 ടേക്കൊക്കെ ചില സാധനങ്ങൾ പറഞ്ഞ് ചിരിക്കും. പിന്നെ ചിരി നിർത്താൻ പറ്റാതെ ചില ഇത് വന്നിട്ടുണ്ട്, കുറേ സമയം പോവും. അവസാനം പിന്നെ ചിലപ്പോൾ ഡയറക്ടറെ മുഖത്ത് നോക്കുമ്പോൾ പുള്ളിക്കൊരു ദേഷ്യം അങ്ങനെ വരും, ക്യാമറമാൻമാരുടെ മുഖത്ത് നോക്കുമ്പോൾ അവർക്ക് ദേഷ്യം. പക്ഷെ ഇത് നമ്മൾ ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരിക്കും. അപ്പോൾ അവർക്ക് 1-2 പ്രാവശ്യമൊക്കെ അവർ എൻജോയ് ചെയ്യും. പക്ഷെ നമുക്കിത് ഈ പറഞ്ഞ മാതിരി ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അറിയാണ്ട് ചിരി വന്നു പോകും. അപ്പോൾ അത് പിന്നെ ചിരിച്ചങ്ങ് തീർത്താലേ ശരിയാവുള്ളൂ. പിന്നെ നമുക്ക് എടുക്കണം. ഇല്ല, അതിൻ്റെ ഓവറോൾ ഈ അളിയൻസിൻ്റെ ഒരു ഫസ്റ്റ് ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും അങ്ങനെ ആദ്യത്തെ കുറച്ച് എപ്പിസോഡ്സ് നമ്മൾ തയ്യാറാക്കി അതിൻ്റെ ഒരു കൃത്യമായ ഫോർമാറ്റും ക്യാരക്ടറുകളും ഒക്കെ നമ്മൾ ബിൽഡപ്പ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തപ്പം എഴുത്തുകാർ ഒരുപാട് പേര് വന്നു, നല്ല എഴുത്തുകാർ ഒരുപാട് പേര് വന്നു. അവരെയൊക്കെ കൊണ്ട് എഴുതിപ്പിക്കുക, അവർക്ക് കൺസെപ്റ്റുകൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആണിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മളതിൽ ആശയങ്ങൾ കിട്ടുമ്പോൾ എഴുതും. നമ്മളെയൊക്കെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവരുടെ പല അനുഭവങ്ങളും നമ്മൾ ഇതിലോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ അതാണല്ലോ ഇതിന് ഇത്രയും ഓഡിയൻസ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അതെ, ഞാൻ പലപ്പോഴും നമ്മളെ പരിചയക്കാരോട് പറയും, നിങ്ങൾക്ക് വല്ല അനുഭവം ഉണ്ടെങ്കിൽ പറയണം, അത് നമ്മൾ ഇതാക്കും. അങ്ങനെ ഒരു എപ്പിസോഡ് ഇടയ്ക്ക് ആക്കിയതാണ്. എൻ്റെ ഏറ്റവും നമ്മളടുത്ത ഒരു സുഹൃത്തിൻ്റെ അച്ഛനൊരു പ്രാവശ്യം ഇങ്ങനെ എന്തോ ചെറിയ പ്രശ്നം, ദേശീയക്കാരനാണ്. പുള്ളി ആരോടും പറയാതെ പുള്ളി ഇറങ്ങി പോയി. ഫോണും എടുക്കൂല, അവസാനം വിളിച്ചാലും കിട്ടില്ല. അങ്ങനെ ഇതായി. പുള്ളി ഏതോ തീർത്ഥയാത്ര പുള്ളി അങ്ങ് പോയി, ദേഷ്യം വന്ന് പോയതാണ്. അവസാനം അത് ഒരു ഇൻസിഡൻറ്റ്. അവസാനം തിരിച്ച് പുള്ളിയെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോൾ ഇന്ന സ്റ്റേഷൻ പരിധിയിലുണ്ട് മൊബൈൽ ടവർ, എന്നിട്ട് തിരിച്ച് പോലീസുകാർ ബന്ധപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് വിടുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും പറഞ്ഞ്, മുതിർന്നവരൊക്കെ പറഞ്ഞ് ഇനി ഇതിനെക്കുറിച്ച് നമ്മളൊന്നും ചോദിക്കേണ്ട അച്ഛൻ്റെ അടുത്ത്, അച്ഛനെ ദേഷ്യപ്പെടുത്തണ്ട, എല്ലാവരും അത് ആ ഒരു വിഷയമേ അങ്ങ് വിടാമെന്ന് പറഞ്ഞു. സംഭവം അച്ഛൻ തിരിച്ച് വന്ന് വേറെ ആരും മിണ്ടിയില്ല. ഒരു കൊച്ചു മോളുണ്ടായിരുന്നു. മോള് പതുക്കെ അപ്പൂപ്പാ യാത്ര പോയിട്ട് പണി കിട്ടി തിരിച്ച് വന്നല്ലേ. അവിടെ പോയി സംഭവം മൊബൈൽ ഫോൺ പോയി, പൈസ പോയി, എല്ലാം മോഷണം പോയി. അപ്പം അത് ഞങ്ങൾ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ അളിയൻസിലെ അമ്മാവൻ ഇങ്ങനെ പിണങ്ങി പോണ ഒരു എപ്പിസോഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ പലരുടെയും പല അനുഭവങ്ങൾ ഇനിയും ഞാൻ എപ്പോഴും പലരോടും പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് എപ്പിസോഡുകൾ വേണം. അപ്പം അതുകൊണ്ട് കണ്ടന്റ് വേണമല്ലോ, കഥ വേണ്ടേ. അപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും വിജയം ആയിട്ട് തോന്നിയത് എനിക്ക് തോന്നുന്നു ക്ലീറ്റോ. അത് വല്ലാത്തൊരു പേരായിരുന്നു. ആരാ കണ്ടെത്തിയത്? അതൊക്കെ നമ്മളെ ക്ലീറ്റോ എന്ന പേര് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്, ശ്യാംലാൽ ക്ലീറ്റസ്. എൻ്റെ കൂടെ പ്രീ ഡിഗ്രി പഠിച്ച
മാർഗൻസിൽ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്ത് അവൻ്റെ അച്ഛൻ്റെ പേരാണ് ക്ലീറ്റസ്. അങ്കിളിൻ്റെ പേരാണ് ഞാനിടുന്നത്. എനിക്ക് ആ പേരിനോട് എന്തോ ഒരു തോന്നി. അപ്പോൾ അവൻ്റെ പേര് ശ്യാംലാൽ ക്ലീറ്റസ് എന്നാണ്, ശ്യാമെന്നാണ്. ഞാൻ പറയണം നിൻ്റെ അപ്പൻ്റെ പേര് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്കിളിനും അറിയാം, അങ്കിളിനും അത് വലിയ സന്തോഷം. അപ്പോൾ അങ്ങനെയാണ് ആ പേര് ഇടുന്നത്, ക്ലീറ്റസ് എന്ന്. പിന്നെ ഒരു മത്തായും കൂടെ നമ്മൾ ചേർത്ത് ക്ലീറ്റസ് മത്തായി എന്നാക്കി അങ്ങനെ ചെയ്തതാണ്. പിന്നെ ആ കഥാപാത്രത്തിനോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ആ ക്യാരക്ടർ കുഞ്ഞു കുഞ്ഞു ഉടായ്പ് നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെ ചെറിയ ഉടായ്പൊക്കെ കാണിച്ച് കുടുംബത്തെ നോക്കി കുടുംബമായിട്ട് സ്നേഹത്തോടും അളിയനുമായിട്ട് ചെറിയ വഴക്കും കാര്യങ്ങളും. അപ്പം അങ്ങനെ നമ്മളെ കുടുംബത്തിലൊക്കെ തന്നെ അതുപോലെ ഒരാളുണ്ടാവും. പറഞ്ഞ മാതിരി ചെറിയ കയ്യിരിപ്പ് ചെറിയ കറാമ്പറപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ആള് പാവം. അതെ നിഷ്കു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ മറിമായവും അളിയൻസും കൂടി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഏതായിരിക്കും അങ്ങനെ എടുത്ത് പറയാൻ പറ്റും? അല്ല, രണ്ടും രണ്ട് റേഞ്ചാണ് കേട്ടോ. ഞാനത് കാരണം ഈ മറിമായ എന്ന് പറയുന്നത് നമ്മൾ സർക്കാർ സംബന്ധമായ ഒഫീഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെയാണ് അതിലൂടെ പോണത്. അപ്പം അത് സ്ഥിരം കാണുന്നവർക്ക് അത് കാണുന്നവർ നമുക്ക് തരുന്ന വേറെ റെസ്പെക്റ്റാണ്. കാരണം നമ്മൾ അതിനകത്ത് വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, പോലീസ്, SI. അപ്പോൾ ഏതോ ഒരു നമ്മൾ സർക്കാർ ലെവലിലൊക്കെ ജോലി ചെയ്യണ ഒരാളിനെ കാണുമല്ലോ, സാർ എന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ ഒരു സ്നേഹമാണ്, ആ ഒരു ബഹുമാനമാണ് നമ്മൾ. പക്ഷേ ഈ അളിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയനാണ്, സർവ്വ അളിയനാണ്, എല്ലാവർക്കും അളിയനാണ്. അത്ര അടുത്ത് തോളി കഴിയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു അളിയനാണ്. അങ്ങനത്തെ ക്യാരക്ടറായി ഇയാളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹമാണ് നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ അളിയാ എന്ന് പറഞ്ഞ് വിളിക്കാം. മറ്റത് സാറേ ഈ ഒരു ഇതാണല്ലോ. അതാണ് എനിക്കത്, നമുക്കത് രണ്ടും ഫീൽ ചെയ്യും ചിലയിടത്ത്. അപ്പം നമുക്കറിയാം ഈ റെസ്പെക്റ്റ് അളിയാന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ക്ലീറ്റോ എന്ന് വിളിക്കുന്നവർ അത്രയും അളിയൻസ് അടുത്ത് കാണുന്നവരായിരിക്കും, മറ്റൊരു മറിമായും കാണുന്നവരായിരിക്കും. ഇത് രണ്ടും കാണുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയില്ലേ രണ്ടും കാണുന്നവരുണ്ട്. അത് അതായത് റിയസ്കൊക്കെ കാണാൻ വേണ്ടി മാത്രം, സത്യം ആ അഭിനയം കാണാൻ വേണ്ടി മാത്രം കാണുന്നവരുണ്ട്. അതായത് അത് നമ്മളെ ഒരു വളരെ അടുത്തുള്ള ഒരാളാണ്, നമ്മൾ വളരെ വീട്ടിലുള്ള ഒരാൾ, ആ ഒരു പ്രതീതിയാണ് ഉണ്ടാണ്. അല്ല, നമ്മൾ അതിനകത്ത് ടോട്ടലി ആ കഥയും ആ വീടും എല്ലാം നമ്മളെ നാട്ടിൽ നമ്മളെ എല്ലാവരും പറയണത് ഞങ്ങൾ അനുഭവിച്ച ഞങ്ങൾ ജീവിച്ച് വന്ന ചുറ്റുപാടാണെന്നാണ്. എല്ലാവർക്കും അങ്ങനെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തെ കഥാപാത്രങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ആരും ഓവർ മേക്കപ്പോ അല്ലെങ്കിൽ വസ്ത്രധാരണത്തിലോ എല്ലാം വളരെ നോർമൽ, വളരെ ജെന്യുവൻ വർത്തമാനം പറച്ചിലും അതിനകത്തുള്ള പ്രവൃത്തികളും ഒക്കെ ആണെങ്കിൽ വളരെ നമ്മളെ വീട്ടിൽ നടക്കണ കാര്യങ്ങളാണ് അതിലൂടെ നമ്മൾ കാണിക്കുന്നത്. അല്ലാതെ വേറെ ഓവറായിട്ടും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഭയങ്കര ആർഭാടമായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. ഇത് എല്ലാവരുടെയും ലൈഫിൽ കടന്നു വന്നു. ഇതൊരു ജനറേഷനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ പിള്ളേരും പക്ഷെ കാണുന്നവരുണ്ട്. ഈ വിദേശത്തു നിന്നൊക്കെ പറഞ്ഞ പലരും ഇവിടെ വരാറുണ്ട് ലൊക്കേഷനിൽ. അപ്പോൾ അതിലൊക്കെ പറഞ്ഞ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അവിടെ ഇംഗ്ലീഷും അവരുടെ കൾച്ചർ, പക്ഷെ അവരിത് കണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്കും ഇതൊക്കെ ഇഷ്ടമാണ്. നമ്മളോട് പറയാറുണ്ട്, അങ്കിൾ ക്ലീറ്റോ അങ്കിൾ നമ്മൾക്കിത് ഇഷ്ടമാണ് കേട്ടോ, ഞങ്ങൾ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ ഇതിലെ ഈ അതുപോലെ തന്നെയാണ് ഈ ആദ്യം വന്നത് നമ്മളെ അളിയൻ അത് ആദ്യം നമ്മൾ അളിയൻ വേഴ്സസ് അളിയൻ 500 എപ്പിസോഡ് അമൃത TV ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൗമുദിയിൽ നമ്മളിപ്പോൾ 1350 എപ്പിസോഡ് അമൃത TV കൗമുദിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി പൊക്കോണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മുൻഷിയാണ് ഏറ്റവും കൂടുതൽ. അതും ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ നമ്മള് പിന്നെ 1500 എപ്പിസോഡ് കണ്ടിന്യൂ ആയിട്ട് പോയാൽ നമ്മളിപ്പോൾ അമൃതയും രണ്ടും കൂടെ കമ്പയർ നോക്കി 1800 എപ്പിസോഡിന് മുകളിലായി, 2000 എപ്പിസോഡ് അടുക്കുകയാണ്. അപ്പം അതൊരു എന്താ പറയുക, ഒരു ഭാഗ്യമാണ് അങ്ങനെ ഒരു പരിപാടി മുന്നോട്ട് പോണത്. മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചു, ലാലേട്ടനോടൊപ്പം അഭിനയിച്ചു, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അപ്പം എങ്ങനെയായിരുന്നു ഇത് രണ്ട്? കാരണം മമ്മൂക്ക പ്രത്യേകിച്ചും ചൂടനാണ്, മമ്മൂക്കുട്ടിന് പേടിയാവും എന്നൊക്കെയാ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്, എനിക്കറിയില്ല. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ലാലേട്ടനെ കുറിച്ച് പറഞ്ഞു? അല്ല, മമ്മൂക്കായെ ചൂടൻ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ദേഷ്യപ്പെടുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളി അത് ചൂടാവുള്ളൂ. അല്ലാതെ ചുമ്മാ ചൂടാവുന്ന ആളൊന്നുമല്ല. അല്ലാത്തപ്പം നമ്മളോടൊക്കെ എല്ലാവരോടും വലിയ കാര്യവും വലിയ സ്നേഹവും ഒക്കെ തന്നെയാണ്. നമ്മളെ ഇരിക്കാനവിടെ കസേര ഇട്ട് തരും, നമ്മളെ ഇരുത്തിയും നമ്മളോട് വർത്താനം പറയും. അദ്ദേഹത്തിന് അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരും പേടിച്ച് പോവും, ആരും അടുത്ത് പോകില്ല എന്നുള്ളതാണ് ഒരു സംഭവം. പിന്നെ എന്നാലും നമുക്ക് പറഞ്ഞാൽ നമ്മളെ ഉള്ളിലൊരു ഇതുണ്ട്, ഒരു മൂക്കാന്ന് പറയുന്നത് നമ്മൾ എന്തോ നമ്മൾ ഒരു അടുക്കാൻ ഭയക്കുന്ന, അതെ ഭയക്കുന്നതല്ല, അതായത് നമുക്കൊരു മൂത്ത ജ്യേഷ്ഠൻ തറവാട്ടിലെ നമ്മളൊരു കാരണവർ ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ ആ ഒരു റെസ്പെക്റ്റ് നമുക്ക്
ഉണ്ട്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് വേറെ വർക്കിനൊക്കെ നമുക്കും വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ഇതാണ്. ഈ അനിൽ നെടുമങ്ങാട്, അസീസ് നെടുമങ്ങാട്, റിയാസ് നെടുമങ്ങാട് അല്ല, റിയാസ് നിർമ്മകല എന്നാണ്. അപ്പം നെടുമങ്ങാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട 3 പേരാണ് നിങ്ങൾ. അപ്പോൾ നിർഭാഗ്യവശാൽ അനിൽ നെടുമങ്ങാട് നമ്മുടെ ഒരു നല്ല സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തെ കുറിച്ച് നാടകം, അനിൽ ഞങ്ങൾ മുമ്പ് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു അനിലിൻ്റെ കൂടെ. പിന്നെ അനിൽ മറ്റേ നമ്മുടെ കൈരളി ടി വിയിൽ ജുറാസിക് ചെയ്തപ്പോൾ ഞാനും ഒരു 3-4 എപ്പിസോഡ് അനിലിൻ്റെ കൂടെ ചെയ്തിരുന്നു. അതിൽ നല്ല ഒരു സുഹൃത്തും അത്യാവശ്യം ഒരുപാട് സിനിമകളൊക്കെ ചെയ്ത് സജീവമായി വന്ന സമയത്താണ് അങ്ങനെ ഒരു അപകടത്തിലേക്ക് പെട്ടത്. അതൊരു വലിയ നഷ്ടം തന്നെയാണ് നമുക്ക്, നമ്മുടെ നാടിനും. ഒരു അസീസ് നമ്മളെ ഈ പറഞ്ഞ മാതിരി വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരെയും പോയി സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സുഹൃത്താണ്, ഒരു അനുജനാണ്. പറഞ്ഞ മാതിരി കുടുംബപരമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയും വരെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പിന്നെ അവൻ സത്യത്തിൽ അവനല്ല നെടുമങ്ങാടുകാരൻ, നമ്മളൊക്കെയാണ് നെടുമങ്ങാടുകാരൻ. അവൻ നെടുമങ്ങാടെന്നും കുറച്ചുകൂടെ മാറി. അത് അസീസ് ഇപ്പം താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അസീസ് കൊള്ളിയൂർ എന്ന് പറയേണ്ടി വരും. അതെ, അവിടെയാണ് ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത്. അതെ. പിന്നെ എന്നാലും ഈ പറഞ്ഞ മാതിരി നമ്മളെ നാട് അങ്ങനെ അറിയട്ടെ. ഞാനതുകൊണ്ട് നെടുമങ്ങാട് എന്നുള്ളത് വിട്ട് ഞാൻ നർമ്മകല, നമ്മുടെ മിമിക്രി ട്രൂപ്പിൻ്റെ പഴയ ഞാൻ നടത്തിയിരുന്ന ട്രൂപ്പിൻ്റെ പേര് റിയാസ് നർമ്മകല. അത് ഞാൻ തുടങ്ങിയൊരു ഇതായിരുന്നു, ട്രൂപ്പായിരുന്നു. ഒരു 98-2000 ആ കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. 10-15 കൊല്ലം ഉത്സവപ്പറമ്പ് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആയിട്ട്. അതിൽ നമ്മുടെ നമുക്ക് എടുത്തു പറയാൻ ഇപ്പോൾ ഏറ്റവും ലീഡായിരുന്നെങ്കിൽ സുരാജ് വെഞ്ഞാറമൂട്, നമ്മുടെ അതിനകത്ത് ആർട്ടിസ്റ്റായിരുന്നു സുരാജ് ഉണ്ടായിരുന്നു. പിന്നെ കിഷോർ, പിന്നെ കുറേ പേരുണ്ട് നമ്മുടെ സ്റ്റേജ് പെർഫോമേഴ്സ്. ഒത്തിരിയും പേര്, നമ്മുടെ പ്രദീപ്, ഗൂഗിളി പ്രദീപ്, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അത് നമ്മൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് മതിയാക്കിയത് വേറൊന്നുമില്ല. ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഈ ഓരോ വർഷവും അവർക്ക് ഇതിനോടുള്ളൊരു താല്പര്യം ഉണ്ടല്ലോ. കുറേ ടെലിവിഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കെല്ലാം അവസരങ്ങൾ ടെലിവിഷനിലൊക്കെ വന്നു തുടങ്ങിയ പിന്നെ എല്ലാവരും അതിലേക്കൊക്കെ അങ്ങനെ അങ്ങ് പോയി തുടങ്ങി. അപ്പോൾ പിന്നെ ഇതിനോടുള്ളൊരു ആത്മാർത്ഥതയൊക്കെ കുറഞ്ഞു. കൃത്യമായ റിഹേഴ്സലിന് വരാതിരിക്കുകയും. അപ്പോൾ നമ്മളിതിനോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ നമ്മൾ നടന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലാഭം എന്ന് മാത്രമല്ല നമ്മുടെ മുന്നിൽ. ഈ കലയോടുള്ളൊരു ഇഷ്ടം, മിമിക്രി എന്ന സ്റ്റേജും ആ പ്രോഗ്രാമും അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് നമ്മളൊരു ട്രൂപ്പായിട്ട് തുടങ്ങി. അപ്പോൾ അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയി. അപ്പോൾ കുറേ പേരൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചവരുണ്ട്. പിന്നെ കുറേ പറഞ്ഞില്ലേ, എല്ലാവരും അവരവരുടെ അവസരങ്ങൾ, അവരവരുടെ വളർച്ചയല്ലേ. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടുള്ള ഇത് കുറഞ്ഞ് ടെലിവിഷൻ അങ്ങനെ വന്നപ്പോൾ അവരതിലേക്ക് അങ്ങ് പോയി. അങ്ങനെ പോയി എന്നുള്ളതേ ഉള്ളൂ. അല്ല, അപ്പോൾ അതൊക്കെ വന്നപ്പോൾ പിന്നെ ഞാനും പിന്നെ വിചാരിച്ച് മാനസികമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സമയം നമുക്കും ഈ പറഞ്ഞ മാതിരി നമ്മൾ പിന്നെ ടെലിവിഷനിലോട്ടൊക്കെ വരാൻ കുറേ വൈകി. ഈ ട്രൂപ്പും ഇങ്ങനെ പ്രോഗ്രാമായിട്ടൊക്കെ നടക്കുമായിരുന്നു കുറേ നാൾ. പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ അങ്ങനെ ഈ ഇതിലേക്കൊക്കെ ടെലിവിഷൻ പ്രോഗ്രാമിലൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഈ നമ്മൾ ഈ നെടുമങ്ങാട് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ നാടിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കുമല്ലോ? തീർച്ചയായിട്ടും. ഈ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഒരു നാട്ടിൽ ജനിച്ചത്, നെടുമങ്ങാട് എന്ന് പറഞ്ഞൊരു നാട്ടിൽ ജനിച്ചത്. കാരണം അന്ന് നമ്മളെ ആ നാട്ടിലെ ഉത്സവപ്പറമ്പുകളിലൊക്കെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്ത് അന്ന് അവിടുത്തെ അമ്പലപ്പറമ്പിൽ കാണാൻ വരുന്ന പ്രേക്ഷകരുടെ പ്രോത്സാഹനവും അവിടുന്ന് തന്നെയാണ് വളർച്ച. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ടൊരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണത് അന്ന് തന്നെ 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു ഉത്സവം. അന്ന് 125 രൂപയാണ്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഇല്ല, മൊത്തത്തിൽ 125 രൂപ ഞങ്ങൾക്ക് തന്നത് ആദ്യത്തെ ആ പ്രോഗ്രാമിൻ്റെ പ്രതിഫലം. ഞങ്ങൾ നടന്നാണ് പോയത്. ഒരു വെള്ളക്കർട്ടനുണ്ട്, ബാക്കി നടന്നു പോയി അവിടെ പോയി പ്രോഗ്രാം ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞ് അടുത്ത് വേറെ കുറച്ച് മാറിയിട്ട് വേറെ 2 കിലോമീറ്റർ മാറി വേറൊരു അമ്പലത്തിൽ അന്ന് തന്നെ 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ തുടങ്ങിയതാണ്. അത് വേറൊരു കാലഘട്ടം. പക്ഷേ അവിടെ നിന്നാണെങ്കിലും നമ്മൾ പിന്നെ ഒരു പ്രൊഫഷണലായപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പല അമ്പലങ്ങളിലും സ്ഥിരമായിട്ട് വേദികൾ തന്നുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ വെളനാട് ചാങ്ങ ഭദ്രകാളി ക്ഷേത്രം, അവിടെ ഒരു 10 വർഷത്തോളം ട്രൂപ്പിൻ്റെ പ്രോഗ്രാം ചെയ്തു. നർമ്മകല എന്ന് പറയുന്ന നമ്മുടെ ട്രൂപ്പിൻ്റെ പ്രോഗ്രാം എല്ലാ വർഷവും അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥിരം വേദികൾ തന്നെ അങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ പല പറഞ്ഞില്ലേ ആൾക്കാരും, എല്ലാവർക്കും ഒരു സന്തോഷമാണ്. നമ്മളൊരു ഈ കലാകാരനോടുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ, ആ ഒരു പ്രോത്സാഹനവും. ഇന്നത്തെ ഒരു കാലം അല്ലായിരുന്നു അന്ന്. അന്നത്തെ ഒരു കാലഘട്ടം ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മകൻ ഒരു സർക്കാർ ജോലിക്കാരനാകണം അല്ലെങ്കിൽ ഗൾഫിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഉമ്മയും ബാപ്പയും ഒക്കെ ഇതിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു?
പിന്നെ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. സാധാരണ അങ്ങനെയാണല്ലോ എല്ലാവരും ചിന്തിക്കണേ. തീർച്ചയായും. അപ്പോൾ എനിക്ക് എൻ്റെ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു വീട്ടിൽ. ഇപ്പം എൻ്റെ ട്രൂപ്പിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് പോലും എൻ്റെ വീട്ടിൽ മുകളിലത്തെ നിലയിൽ അവിടെ ആയിരുന്നു ഈ ആർട്ടിസ്റ്റുകൾക്കെല്ലാം താമസിക്കാനും റിഹേഴ്സൽ ചെയ്യാനും ഫുഡ് കാര്യങ്ങൾ വരെ നമ്മുടെ ആ വീട്ടിൽ നിന്ന് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതിനെല്ലാ പ്രോത്സാഹനവും എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ പറയില്ലേ, അക്കാര്യത്തിൽ ഞാൻ ഏറ്റവും ഭാഗ്യം ചെയ്ത ആളാണ്. ഞാൻ പറയില്ലേ, നാട്, വീട്, വീട്ടുകാർ അങ്ങനെ എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പം ഫുഡ് വെച്ച് കൊടുക്കണേ എൻ്റെ പെങ്ങളാണ് ഫുഡൊക്കെ വെക്കാനും എല്ലാം മുൻകൈ എടുത്ത് എൻ്റെ കൂടെ നിൽക്കുകയും അങ്ങനെ ഒരു ഭയങ്കര സപ്പോർട്ട് നമുക്ക് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ഉള്ളത് അതൊരു വലിയ സത്യം. കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സുമേഷ് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു റൂട്ട് മാറ്റി നിർബന്ധമായിട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്കിങ്ങനെ വീട്ടുകാരെ ചിന്തിക്കും, എന്തായാലും നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ, ഇനിയിപ്പോൾ അവർ പറയുന്നത് പോലെ കേൾക്കാം എന്ന് കരുതി പോയിരുന്നെങ്കിൽ. അതെ, എന്നിട്ടും ഈ പറഞ്ഞ മാതിരി പലരും ഒക്കെ അവരോട് പറയും, മോൻ മാക്രിയും പരിപാടിയൊക്കെ ആയിട്ട് നടക്കണമല്ല, മിമിക്രിയെ കളിയാക്കി പറയണം, മാക്രിയും പരിപാടി അന്നത്തെ. അതെ, പക്ഷെ അവരതിലൊന്നും ഇല്ല. അപ്പം അതൊരു അതിനുശേഷം അറിയപ്പെട്ടു തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഒരു? അല്ല, അറിയപ്പെട്ട് നമ്മൾ ഒരുപാട് ഈ ഒരു പീക്കിലേക്ക് വന്നപ്പോൾ അവരില്ല, രണ്ടുപേരും ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പം അതൊരു വലിയ സങ്കടമുണ്ട്. നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴും ഒക്കെ നമ്മൾ ആ പൊസിഷനിൽ എത്താൻ നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പലരും കാണില്ല. ശരിയാണ്. പിന്നെ പറഞ്ഞമാതിരി അവർ കാണുന്നുണ്ടാവും. അവർ തീർച്ചയായും അതാണ്, അവർ അവിടെ ഇരുന്ന് കാണുന്നുണ്ടാവും. അത് ശരിയായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ എനിക്ക് എന്തോ ഒക്കെ ചോദിക്കാൻ വന്നപ്പോഴത്തേക്കാണ് ഇത് അങ്ങോട്ട് പോയത്. അപ്പം ഇനി അടുത്ത എന്തെങ്കിലും ദൃശ്യത്തിൽ വന്നതോടുകൂടി വീണ്ടും എന്തായാലും അവസരങ്ങൾ വരും. അതൊന്നും അറിയില്ല നമുക്കതൊന്നും. ഇതെല്ലാം നമ്മുടെ ഉണ്ടോ? അല്ല, സിനിമ ഇപ്പം അതിനുശേഷം 1-2 സിനിമകൾ അഭിനയിച്ചു. ഞാൻ പറഞ്ഞ വേറെ പാതിരാക്കുറുക്കൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇവർ മുകേഷ് ചേട്ടൻ, സിദ്ദിഖിക്ക, ജഗദീഷ് ചേട്ടൻ, അശോകൻ ചേട്ടൻ, അവർ 4 ആളുള്ളൊരു പടം. അപ്പോൾ അതിനകത്ത് കുഴപ്പമില്ലാത്തൊരു വേഷം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തെലുങ്ക് മൂവി അതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ 1-2 പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടക്കുമായിരിക്കും. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ ദൃശ്യം സിനിമ ഇറങ്ങിയെങ്കിൽ പോലും അതിനകത്തുള്ള നമ്മൾ കുറേ സീൻ അഭിനയിച്ചുവെങ്കിലും ഇതിൽ എത്ര സീൻ സിനിമ ഇറങ്ങുമ്പോൾ വരും, ഇതെല്ലാം കാണുമോ ഇല്ലേന്നൊന്നും നമുക്കറിയില്ല. സിനിമ അങ്ങനെയാണ്. അതെ, എഡിറ്റിംഗ് നമുക്കതൊന്നും അറിയാൻ. പറഞ്ഞു ഇന്റർവ്യൂവിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി അഭിനയിച്ചിട്ട് തിയേറ്ററിൽ വന്നിട്ട് ആകാംക്ഷ. അതേ പറഞ്ഞ, ഞാൻ ആദ്യം ഒരു വലിയ സിനിമ രഞ്ജിത്ത് സാറിൻ്റെ തിരക്കഥാ സിനിമയ്ക്കകത്തൊരു സീനിൽ ഞാനും ഭാഗമായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു ലെങ്തി സീനൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ അത് സിനിമ വന്നപ്പോൾ ഇല്ല അത്. പക്ഷേ ഞാൻ ഭാഗ്യത്തിനാരോടും ഞാൻ പറഞ്ഞില്ല, സിനിമയിൽ അഭിനയിച്ചു പോലും ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. സിനിമയുടെ കാര്യം അങ്ങനെയാണ്. നമ്മൾ ചില സിനിമയിലൊക്കെ പോയി ഒരു സീനായിരിക്കും അഭിനയിക്കുന്നത്. ആ സിനിമയിലുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വരുമ്പോൾ ഈ സിനിമയുടെ കാര്യം അറിയാമല്ലോ, കഥാപരമായിട്ട് എടുത്ത് എല്ലാം എഡിറ്റ് ചെയ്ത് ഫൈനൽ വരുമ്പോൾ ചിലപ്പോൾ അത് വേണ്ടെങ്കിൽ അവർ ഒരിക്കലും അല്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു നമുക്ക് ഈ പറഞ്ഞില്ലേ, മുൻകൂട്ടിയൊന്നും സിനിമ അടുത്ത ഒന്നും എല്ലാം ആ സമയത്തങ്ങ് നടക്കും, അതങ്ങ് സംഭവിക്കുക, അത്രേ ഉള്ളൂ. പ്രിയദർശൻ സാർ ഉൾപ്പെടെ ഒരുപാട് പേര് ഈ അളിയൻസിൻ്റെ പ്രേക്ഷകരാണെന്നും പ്രിയാസിക്കയുടെ ആരാധകരാണെന്നും ഒക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, സാറിനെ എനിക്ക് ഒരു പ്രാവശ്യം സാറ് ഞങ്ങളെ മറിമായത്തിൽ ഞങ്ങളൊക്കെ വിളിച്ച് ഫോണിൽ സംസാരിച്ചിരുന്നു. സാർ നമ്മുടെ വേറെ ഫ്രണ്ട് വഴി ആ സമയത്ത് സാറ് വിളിച്ച് ഞങ്ങളെല്ലാം അഭിനന്ദിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം അളിയൻസിൻ്റെ അതിനെക്കുറിച്ച് വിശേഷങ്ങൾ സാറുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന നേരത്ത് സാറ് എന്നോട് ഒരുപാട് നേരം സംസാരിച്ചു അതിനെക്കുറിച്ച്. ആ ടീം വർക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ കൊണ്ടുപോകണമെന്നും. പക്ഷെ ഇങ്ങനെ നമ്മൾ ഞാൻ പറയാം, ഇത്രയും വലിയൊരു മനുഷ്യൻ നമ്മളെ ഈ പ്രോഗ്രാമിന് സാറിൻ്റെ വാക്കുകൾ ഭയങ്കര ഇതായിരുന്നു. നിങ്ങളെ ടീം വർക്ക് അത് കളയരുത്, നിങ്ങൾ എന്നെ ക്ലീറ്റോ എന്ന് പറഞ്ഞിട്ടാണ് സാറ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലീറ്റോ, നിങ്ങൾ ആ ഒരു ടീം വർക്ക് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം, അപാരമാണ് നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസ്. അതൊക്കെ നമുക്കൊരു എന്ത് എനർജി അല്ലേ, അങ്ങനെ ഒരു പ്രിയദർശൻ സാറിനെ പോലെ ഒരു ആള് പറയാന്ന് പറയുമ്പോൾ സത്യം നമുക്ക് അതൊക്കെ വലിയൊരു കാര്യം. കാരണം നമുക്കൊരു 10 അവാർഡ് കിട്ടുന്നതിനേക്കാൾ പിന്നെ എത്രയോ സിനിമകൾ പല ഭാഷകളിലായിട്ട് എടുത്തിട്ടുള്ളവരാണ്. അതുപോലെ പെട്ടെന്ന് ആരും ഇന്നത്തെ കാലത്തൊന്നും ആരും അത് അങ്ങനെയൊന്നും പറയില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു അവസ്ഥ. അപ്പം അങ്ങനെ സാറൊക്കെ പറയുമ്പോൾ നമുക്കതൊരു എനർജിയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചത്, പണ്ട് നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളും ചാനലുകളൊക്കെ വരുന്നതിന് മുമ്പ് നാനാ വെള്ളി നക്ഷത്രം അങ്ങനെയുള്ള പരിപാടികളായിരുന്നല്ലോ, ചലച്ചിത്രം, ഇതൊക്കെയായിരുന്നു.
അപ്പോൾ അതിലൊക്കെ പല ആൾക്കാരും ഇന്ന് ഫേമസായി നിൽക്കുന്ന ആൾക്കാരും ഫീൽഡിൽ നിന്ന് ഔട്ടായ ആൾക്കാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പലരും സഹായിച്ചിട്ടുണ്ട്. പലരും പ്രേം നസീർ സാർ ഉൾപ്പെടെയുള്ള ഒക്കെ സഹായിച്ചിട്ടുള്ള കാര്യമൊക്കെ, പ്രത്യേകിച്ചും പ്രേം നസീർ സാറൊക്കെ ഒരുപാട് പേര് സഹായിച്ചിട്ടുള്ളതായിട്ട് ഒരുപാട് പേര് വന്നു. നമുക്കങ്ങനെ എന്തെങ്കിലും ഒരു നല്ല അനുഭവവും തിക്താനുഭവവും ഈ ഫീൽഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഈ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവസരങ്ങൾ, സാമ്പത്തികമായിട്ടല്ല, അവസരങ്ങൾ, നമുക്കൊരു സപ്പോർട്ട്. നമ്മളീ പറഞ്ഞ മാതിരി എന്താ പറയുക, നമ്മൾ ടെലിവിഷനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ സജീവമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറയില്ലേ, നമ്മളെ മറിമായം അതിൽ ആ പ്രോഗ്രാമിലേക്ക് എത്താൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോൾ അതിലേക്ക് ഞാൻ എത്താൻ കാരണക്കാരനായത് നമ്മൾ തട്ടിമുട്ടിയും ആ പ്രോഗ്രാമിലെ നായകനായിട്ട് ജയകുമാറേട്ടൻ പയ്യൻസ് എന്നാണ്. അപ്പോൾ പുള്ളി ഞങ്ങൾ വേറൊരു സീരിയൽ ചെയ്തുകൊണ്ടിരുന്നു ഏഷ്യാനെറ്റിൽ. ആ സമയത്തുള്ള സൗഹൃദമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് തട്ടിമുട്ടിക്കകത്തൊരു എപ്പിസോഡ് 2-3 എപ്പിസോഡ് ചെയ്യാൻ പറ്റി. ആ ഡയറക്ടർ തന്നെയായിരുന്നു മറിമായം അപ്പോൾ ഡയറക്ടർ തന്നെ ഉണ്ണികൃഷ്ണൻ സാറ്. അങ്ങനെയാണ് സാറ് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, മറിമായത്തിൽ വിളിച്ച് ഇയാൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, അപ്പോൾ നമ്മളത് ആഗ്രഹിച്ചിരുന്നൊരു പ്രോഗ്രാമാണ്. കാരണം അപ്പോൾ മറിമായം ഇങ്ങനെ പുതിയൊരു ഷോ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 15 വർഷമായി, ഞാൻ 1 വർഷം ഇല്ലായിരുന്നു, ഞാൻ 14 വർഷമായിട്ട് ഞാൻ അതിൽ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആ മറിമായത്തിലേക്ക് വരണത്. മറിമായത്തിൻ്റെ തട്ടകം എന്ന് പറയുമ്പോൾ അത് വേറൊരു ഇത് തന്നെയാണ്. കാരണം അവിടുത്തെ ആർട്ടിസ്റ്റുകളും അതൊരു എന്താ പറയുക, ഒരു സ്കൂളാണ് ആക്ടിങ്ങിൻ്റെ. അതെ, യഥാർത്ഥത്തിൽ വീടിനേക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് ഇപ്പം ഈ മറിമായത്തിൻ്റെ അലിയൻസിൻ്റെ ലൊക്കേഷൻ വയ്ക്കില്ലേ? ഉണ്ട്. നമുക്കിപ്പോൾ ഇത് പറഞ്ഞമാതിരി നമ്മളെ ഏറ്റവും കൂടുതൽ ഇത്രയും വർഷമായില്ലേ. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എല്ലാം നമ്മളെ കൂടപ്പുറപ്പുകളെ പോലെ ആണ് എല്ലാവരും. അപ്പം അങ്ങനെ ഒരു ബന്ധം എല്ലാവരും ഉണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അവരവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ആർട്ടിസ്റ്റുകളുമായിട്ടായിരിക്കും. അപ്പോൾ ഒരാളുടെ മുഖം നമുക്ക് കണ്ടാൽ അറിയാം. ഇപ്പം നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ഒരാളുടെ മുഖം കാണുമ്പോൾ അറിയാം ഇന്ന് എന്തോ വിഷമമുണ്ട്, എന്താ പ്രശ്നം. നമ്മൾ 2 പ്രാവശ്യം ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് പറയും അത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും പരസ്പരം. എനിക്കൊരു വിഷമം ഉണ്ടായാലും അതിൽ കൂടുതലുള്ള വേറൊരാളൊരു വിഷമം ഉണ്ടായാൽ പോലും അത് നമുക്കൊരു നോട്ടത്തിലൂടെ, ചലനത്തിലൂടെ നമുക്കത് അറിയാൻ പറ്റും ആളുകളെ. അത്രയും ബന്ധം എല്ലാവരുമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പരിപാടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് ഗുണം ആണ് ഈ ഒരു ബന്ധങ്ങൾ കിടക്കണതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അപ്പോൾ ഇനി ഒരുപാട് എപ്പിസോഡുകൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പോവായിരിക്കും. ഇതൊന്നും ഞാൻ പറയില്ല, ഇതൊന്നും നമുക്കിതൊന്നും പോട്ടെ, അങ്ങനെ പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രേക്ഷകർ ഒരുപാട് പേര് പറയാറുണ്ട്, ഇനി നിർത്തല്ലേ എന്ന് പറയണ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ പ്രോഗ്രാമുകളൊന്നും. കാരണം ഈ പറഞ്ഞവർ ഇന്ന് എല്ലാവർക്കും മാനസിക പിരിമുറുക്കങ്ങളാണ് ആൾക്കാർ. അപ്പോൾ നമ്മളോട് പറയണ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കിടക്കണതിന് മുമ്പ് ഒരു എപ്പിസോഡ് കാണും, അത് കണ്ടിട്ടാണ് കിടക്കണം. അപ്പം മനസ്സിനൊരു ഭയങ്കര സമാധാനവും സന്തോഷമായിട്ട് ഉറങ്ങാൻ പറ്റും. പിന്നെ ചിലർ പ്രവാസികൾ ഈ പറഞ്ഞമാതിരി ഗുളിക കഴിക്കും പോലെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു എപ്പിസോഡ് കാണും, ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ഒന്ന് ഡിന്നറിൻ്റെ കൂടെ, അങ്ങനെ 3 നേരം അങ്ങനെ കാണുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയില്ലേ, നമ്മൾ കാരണം അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാവും. അതൊക്കെ ആയിരിക്കാം നമുക്ക് കിട്ടുന്ന ഓരോ. അല്ല, അതാണ് അവിടെയാണ് ഒരു ഇത് ഞാൻ പറഞ്ഞത്. കാരണം ഒരാൾ പോലും ഈ അളിയൻസിനെ കുറിച്ചോ മറിമായത്തിനെ കുറിച്ചോ ഒരു നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ മിക്കവാറും പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഇതായിരിക്കും. അതിന് പ്രായഭേദം ഇല്ല. ചെറിയ കുട്ടികളും വലിയ ആൾക്കാരും ചെറുപ്പക്കാരും എല്ലാം കാണുന്ന. അത് കാരണം നമ്മൾ എല്ലാവരും ഞങ്ങളിപ്പോൾ 2 പ്രോഗ്രാമായാലും നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ എൻ്റെ കുടുംബക്കാരെല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റണം. ആ രീതിയിലുള്ളൊരു പ്രോഗ്രാം ആയിരിക്കണമെന്ന് ഞങ്ങളെല്ലാവരും ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്തൊരു മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സംഭവവും നമുക്ക് കുടുംബത്തോടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാ എപ്പിസോഡും എല്ലാ കഥകളും അതിനകത്ത് വൾഗാരിറ്റി കൊണ്ടുവരേണ്ട, അല്ലാതെ തന്നെ ചിരിപ്പിക്കാനുള്ള ഇത് നമുക്ക് ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ആ പ്രോഗ്രാമിൻ്റെ ഒരു പോക്ക്. അതുകൊണ്ട് ധൈര്യമായിട്ട് ആർക്കും വേണമായിരുന്നു കാണാം, ഏത് പ്രായത്തിലുള്ളവർക്കും കാണാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലീറ്റസിൻ്റെ ഫാൻസ് കുഞ്ഞു കുട്ടികൾ ഒരുപാട് ഉണ്ട് എന്നെ ഇഷ്ടപ്പെടണം. പലരും ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇത് ക്ലീറ്റോ ഫാൻ, ഇതായത് ഈ കീറ്റോ എന്ന് പറഞ്ഞിട്ടേ കുട്ടികളൊക്കെ പറയാം. അതൊക്കെ നമുക്കൊരു വലിയ സന്തോഷമല്ലേ. അന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം എനിക്ക് തോന്നുന്നു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് നർമ്മകലയുമായിട്ട് വന്നത്. 20 അല്ലേ? ഏതാണ്ട് 20. അന്നത്തെ ഒരു ഹ്യൂമറും ഇന്നത്തെ ഒരു ഹ്യൂമർ, ഇന്ന് ഒരുപാട് ജനറേഷൻ മാറിയിരിക്കുന്നു, ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അന്നൊക്കെ ഒരു പക്ഷേ മൊബൈൽ ഫോൺ പോലും ഇല്ലാത്തൊരു സമയം, ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ വഴി എന്തെല്ലാം കാര്യങ്ങൾ. അപ്പോൾ ഈ 2 ഹ്യൂമറും എങ്ങനെയാണ് അതിലൊരു മാറ്റമുണ്ടോ? അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? അല്ല, അത് ഞാൻ പറയല്ലേ, ഈ തമാശയുടെ തലങ്ങളെല്ലാം മാറി. എല്ലാം
ഇപ്പോൾ എല്ലാ ഫീലിങ്സിനും മാറ്റം വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സെൻറ്റിമെൻറ്റ്സ് ആയാലും എല്ലാത്തിനും ഒരു കാലഘട്ടം മാറിയപ്പോൾ അതനുസരിച്ചിട്ട് പുതിയ ജനറേഷനൊന്നും ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സും ഇതൊന്നുമില്ല, അറ്റാച്ച്മെൻറ്റ്സും എല്ലാം കുറവാണ്. മനസ്സിലായില്ല? അപ്പോൾ അതുപോലെ തന്നെ തമാശ അവർക്കൊന്നും എല്ലാ തമാശയൊന്നും അവർക്കൊന്നും ചിലപ്പം മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ ചില മനസ്സിലായിട്ട് അവർക്കതങ്ങോട്ട് ഏക്കാത്തതാവാം. പക്ഷെ എന്നാൽ ചില സിനിമകൾ കണ്ട് പിള്ളേരൊന്ന് ചിരിക്കുന്നതും കാണാറുണ്ട്. എനിക്കതാണ് മനസ്സിലാകാത്തത്, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെയും ഓഡിയൻസിൻ്റെയൊക്കെ ഒരു ലെവൽ എങ്ങനെയാണെന്നുള്ളതാണ്. അതെ, അല്ല അന്നൊക്കെ നമ്മൾ സ്റ്റേജിൽ ഉത്സവപ്പറമ്പിൽ സ്റ്റേജിലൊക്കെ കയറിയിട്ട് ഈ താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ കയ്യടിയും ചിരിയുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അല്ല, വേറെ കാര്യമുണ്ട്, അന്ന് താരങ്ങളുടെ ശബ്ദം കേൾക്കാൻ. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ LED വാളിൽ അതിട്ടിട്ട് അതിനനുസരിച്ച് ഡബ് ചെയ്യണേ. ഒരു സിനിമയിലെ പോർഷൻ ഇട്ടിട്ട് നമ്മുടെ മഹേഷ് കുഞ്ഞുമോനൊക്കെ എന്ത് അസാധ്യമായിട്ടാണ്. അപ്പം അതാ പറഞ്ഞത്, അതൊക്കെ ഒരു മാറ്റം ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഈ തമാശ ഈ പറഞ്ഞ മാതിരി എനിക്കിവിടെ കുറേ മുന്നേയൊക്കെ കുറേ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അങ്ങനത്തെ തമാശകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്റ്റേജിലൊക്കെ അതിന് പരിമിതികളുമുണ്ട്. പലയിടത്തും ആ രീതിയിലുള്ളത് ഇഷ്ടപ്പെടാതെ ഒക്കെ കേട്ടിട്ടുമുണ്ട് അങ്ങനെ. പക്ഷെ എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയക്കകത്ത് അമ്മാതിരിയുള്ള വൾഗർ തമാശകൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നല്ലതുമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ലതുകൊണ്ട് ഇതുണ്ട്. ഇത് നമ്മളത് എടുക്കും പോലെ ഇരിക്കും. നമ്മൾ ആ ഏത് സെൻസിലാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ആ തമാശ. അതുപോലെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ ഇത് കാണാറുണ്ട് ഇതിനകത്ത് കുഞ്ഞു. എന്നിട്ട് ഞാനതിനെന്ത് ചെയ്യും, എനിക്ക് ഇഷ്ടപ്പെടുന്ന രസമുള്ള സാധനങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടും. അപ്പം ഇപ്പം ഞാൻ ഇന്ന് കണ്ട ഒരു രസമുള്ള ഒരു സാധനം ഞാൻ പറയാം. ഒന്നുമില്ല, ഒരാൾ വന്നിട്ട് പറയും പിന്നെ ഹലോ എനിക്കൊന്ന് മുടിയും വെട്ടണം, മുടിയൊന്നും വിടണം, പക്ഷേ എൻ്റെ മുഖത്തും വീഴരുത് എൻ്റെ മേത്തും വീഴരുതെന്ന് 500 രൂപ ഞാൻ തരുമെന്ന് പറയും. അപ്പോൾ ഉടനെ ഈ ഇരിക്കണ വെട്ടണ ആളെന്ത് അറിയാം, വെട്ടിക്കൊണ്ടതിനോട് ഒരു ചെവിയിലെന്തോ പറയുന്നു. പിന്നെ അടുത്ത കട്ട് കാണിക്കുന്നതിനോ അവനെ തല കീഴായിട്ട് പിടിച്ചു നിർത്തിയിട്ട് അല്ല, അതാ പറഞ്ഞത് ഇപ്പോഴത്തെ ഓരോ ചിന്ത. അതുമാതിരി വേറെ ചെറിയ സാധനം ഞാൻ ഇപ്പോൾ കണ്ടത്, രണ്ടുപേർ ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ ഒരുത്തൻ കാശ് കൊടുക്കാൻ പോകണം. അപ്പോൾ ഇവൻ കാശ് എടുക്കുമ്പോൾ എടാ ഇല്ല ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ കൊടുക്കും, നീ അല്ല എപ്പോഴും കൊടുക്കണം, ഞാൻ കൊടുക്കും. അപ്പോൾ ഇവൻ പൈസ എടുത്ത് കൈ കഴിക്കുക, നീ എങ്ങനെ കൊടുക്കല്ലേ, ഞാനും കൂടെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കയ്യിരിക്കണ ഈ പൈസ വെച്ചിട്ട് ഇവൻ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞില്ലേ, നമ്മൾ പറയുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നത് നമ്മൾ കാണുമ്പോൾ അതെ അത് ഭയങ്കര രസമാണ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലായിടത്തും നമ്മുടെ ആളുകളുടെ ഇടയിൽ തന്നെ എല്ലാവരും നല്ല തമാശ പറയുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ കുഞ്ഞു വീട്ടമ്മമാരും അതെ എല്ലാവരും. കാരണം എല്ലാവർക്കും ഇപ്പം സ്പേസ് ഉണ്ടല്ലോ ഈ അതുകൊണ്ട് അത് നല്ലതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ തമാശകൾ ഇങ്ങനെ ഇഷ്ടംമാതിരി കണ്ടുകൊണ്ടിരിക്കുക ആൾക്കാർ. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ചെറിയ തമാശയും പഴയ തമാശയൊന്നും ഓടൂല ഇപ്പം. ഓടില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. വടക്ക് നോക്കേന്ദ്രത്തിലെ ശ്രീനിവാസൻ തമാശ പറഞ്ഞതുപോലെ അല്ല, അതാ പറഞ്ഞത്, ഈ ആൾക്കാർ ഇങ്ങനെ ദിവസവും ഇത് കണ്ടോണ്ടിരിക്കുകയല്ലേ. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേജ് എങ്കിൽ സ്റ്റേജ് മാത്രമേ ഉള്ളൂ, ഉത്സവപ്പറമ്പിൽ ആ കാണുന്നതല്ലേ ഉള്ളൂ. പിന്നെ ടെലിവിഷനൊക്കെ ഇങ്ങനെ ആയി വരുന്ന സമയം അപ്പോൾ സ്പേസ് ഇല്ലല്ലോ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും കയ്യിലിരുന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് അടിച്ചടിച്ച് കണ്ടുകൊണ്ടിരിക്കുക. ഇനി മലയാളം മാത്രമല്ല, ഹിന്ദിയിലും തമിഴിലും എല്ലാ ഭാഷയിലുള്ള തമാശകളും അതെ. പക്ഷെ അപ്പം അതൊക്കെ പല സിനിമകളിൽ ഇപ്പോൾ വരണമുണ്ട് ആ സാധനങ്ങളൊക്കെ. അതെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞില്ലേ, ഈ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പേര് പറഞ്ഞു പല ചോദ്യങ്ങൾ ചോദിക്കണം റിയാസിക്കാരെടുത്ത് ചോദിക്കണം എന്ന് പറഞ്ഞു. അതെന്താണെന്നറിയാമോ, ദൃശ്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു 10 സിനിമയിൽ അഭിനയിച്ചാൽ പോലും കിട്ടാത്ത പോപ്പുലാരിറ്റിയാണ്, അല്ലെങ്കിൽ 100 സിനിമയിൽ അഭിനയിച്ചാൽ പോലും കിട്ടാത്ത പോപ്പുലാരിറ്റിയാണ് നമുക്ക്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് വീടുകളിൽ നിന്ന് തന്നെ ആൾക്കാർ കാണുന്നു എന്നുള്ളത്. അല്ല, അത് ഞാൻ ആദ്യം സുമേഷ് എന്നെ സ്വാഗതം ചെയ്തപ്പോൾ നിങ്ങളുടെ വീടുകളിലെത്തുന്ന അതിഥി എന്ന് പറഞ്ഞില്ലേ, അതിഥിയൊന്നുമല്ല നമ്മളെ വീട്ടുകാരനാണ്. സത്യം. അല്ല, കാരണം വെച്ച് കഴിഞ്ഞാലേ ഇന്നിപ്പോൾ എന്നെ നമ്മുടെ വേറെ ഫ്രണ്ട് ട്രെയിൻ യാത്ര ചെയ്തപ്പോൾ വീഡിയോ കോൾ വിളിച്ചു ഒരാളെ പരിചയപ്പെടുത്താനായിട്ട്. അപ്പോൾ അവർ കണ്ട അയ്യോ ഇതാ എൻ്റെ കുടുംബത്തിലൊരാളിരുന്ന് എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കും പോലെ. അത് തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നത്. നമ്മളോടൊക്കെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുടുംബത്തിലുള്ള ഒരാൾ, അതാ പറഞ്ഞത്, അത്രയും അടുപ്പം അവർക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു സിനിമാ താരത്തിനെ കാണുമെന്ന് പറയുമ്പോൾ വേറൊരു പേടിയും ഒരു ഭയം, അടുത്ത് പോകാനൊക്കെ ഒരു ഇതുണ്ടാവും. പക്ഷെ നമ്മളോടെല്ലാം അതല്ല, അതിനേക്കാളും അടുപ്പം നമ്മളോടുണ്ട് ഈ ആൾക്കാർ. തീർച്ചയായിട്ടും. അതൊരു അന്ന് നമ്മൾ പണ്ട് കാലത്തൊക്കെ 13 എപ്പിസോഡ് ദൂരദർശനിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് സീരിയലിന്, അന്ന്
ആൾക്കാർക്കൊക്കെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇന്ന് പക്ഷേ സ്ഥിതി മാറി, വ്യത്യാസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ക്യാരക്ടർ മാറി, എപ്പിസോഡുകൾ എത്ര വേണോ അൺലിമിറ്റഡ് ആയി, അതെ 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 അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ അതുപോലെയാണ് അല്ലെ നമ്മളെ ഈ പറഞ്ഞമാതിരി ആ സീരിയലുകളിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ മറിമായും അളിയൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമുകളെല്ലാം അതിൽ നിന്നും വേറിട്ട. കാരണം ഒന്ന് മറിമായും ഈ പറഞ്ഞ മാതിരി ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അവർ പറയാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അതിനോട് അങ്ങനെ ഒരു ഇഷ്ടം ആൾക്കാർക്കുണ്ട് നമ്മളോട്. ഇപ്പം നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം ആയിരിക്കും ഞങ്ങൾ അടുത്ത എപ്പിസോഡ് ചെയ്യണത്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു ഇഷ്ടം നമ്മുടെ അടുത്തുണ്ടാവും. കാരണം നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തത് പലതും. അപ്പോൾ അളിയൻസ് എന്ന് പറയുമ്പം അവരുടെ കുടുംബത്തിൽ നടന്ന വിഷയങ്ങളായിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മളോട് ഈ പറഞ്ഞില്ലേ കുറേ കൂടെ ഒരു അടുപ്പമുണ്ട്. പിന്നെ 2-3 കാര്യങ്ങൾ ചോദിക്കുന്നത്. അതിലൊന്ന്, എല്ലാവരും നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണെങ്കിലും 1-2 ആൾക്കാർ ചോദിച്ചോട്ടെ. ഓരോ ക്യാരക്ടറിനെയും കുറിച്ചൊന്ന് ചോദിക്കാൻ മതി, ചെറിയ ചുരുക്കി പറഞ്ഞാൽ മതി. ഉണ്ണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിയെ കുറിച്ചൊന്ന് പറയാമോ? ഉണ്ണി നിഷ്കളങ്കനാണ്, നിഷ്കളങ്കനായിട്ടുള്ളൊരു ആളാണ്. എന്ത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കും. അങ്ങനത്തെ ഒരു നിഷ്കുവാണ്. നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇതിനെങ്ങനെ വെച്ചാൽ ഇത് പുഴുവാണെന്ന് പറഞ്ഞാൽ ഇത് പുഴുവാണ് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരു പഞ്ചപാവമാണ്. അതെനിക്ക് തോന്നുന്നു ഈ കാസർഗോഡ് ആ ജില്ല അങ്ങോട്ടൊക്കെ നമ്മൾ പരിചയപ്പെട്ടുള്ള എല്ലാവരും ഭയങ്കര പാവങ്ങളും ഭയങ്കര സ്നേഹം, അങ്ങനത്തെ ഒരു ആളാണ് ഉണ്ണി. ഇനി മഞ്ജു പത്രോസ്, പഞ്ചപത്രോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടല്ലോ, അത് അസാധ്യമാണ്. അതെ അതെ, തങ്കം. അതെ, മഞ്ജുവിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ അഭിനയിക്കണ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്യാരക്ടർ വൈസ് ആണോ? ക്യാരക്ടറല്ല, മൊത്തത്തിൽ ആള് ഈ പറഞ്ഞ മാതിരി എന്തും തുറന്നങ്ങ് പറയും. അത് എവിടെയൊന്നുമില്ല, സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആരോടായാലും പറയാനുള്ളത് പറയും. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ആ പറയണ സമയത്തേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ചിലപ്പോൾ പറഞ്ഞിട്ടിരുന്ന് കരയും, നമ്മളോടത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ. അത് അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെയുള്ളത് നമ്മുടെ ഏതാണ് അതെ അതെ, അത് നമ്മുടെ വെറുതെ ഭാര്യയിലൂടെ വന്നതാണ്. സലീം അവന് വേറൊരു ഭയങ്കര ഈ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയാൻ ഭയങ്കര ഒരു മിടുക്കനാണ് അവൻ. ആ കാര്യത്തിൽ എന്താ പറയുക, അവൻ എവിടെയൊന്നുമില്ല, എന്ത് പറയണമെന്നുമില്ല, അവൻ അങ്ങ് പറയും. അവൻ ചിരിക്കുകയില്ല. പറഞ്ഞു കഴിഞ്ഞിട്ട് അത് നമുക്ക് കൊള്ളാമെങ്കിൽ നമ്മൾ എടുക്കും. അതായത് എങ്ങനെ അവൻ പറയുന്ന പല തമാശകളും ചിലപ്പോൾ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ആയിരിക്കും. അവൻ അങ്ങനെ ഒരു ഹ്യൂമർ സെൻസാണ്. അപ്പോൾ അതാ പറഞ്ഞത്, അവൻ ഭയങ്കര മിടുക്കനാണ്. അവൻ്റെ തമാശകൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്കെല്ലാം ലൊക്കേഷനിൽ ഇവൻ്റെ സലീമിൻ്റെ പ്യാരിയുടെ തമാശകൾ കേട്ടാണ് ഞങ്ങളെല്ലാം ചിരിക്കുന്നത് കേട്ടോ. സത്യം, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തായാലും അല്ലാത്തപ്പോഴിരിക്കുമ്പോൾ ആയാലും ഇവൻ അങ്ങ് അടിച്ച് പറയും. ആരും ഒന്നുമില്ല, അങ്ങ് പറയുകയാണ്. സത്യം അല്ല, അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കൊരു ആശ്വാസം വേണ്ടേ, നമുക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ. അപ്പൊ അത് ഇനിയിപ്പോ സിനിമയില് ഇനിയിപ്പോ എന്തായിരുന്നാലും തിരക്കുകൾ വരും ഉറപ്പായിട്ടും വന്നാൽ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും? കാരണം 2 ജനപ്രിയ സീരിയലാണ്. അതിൽ പകരം വയ്ക്കാൻ റിയാസ് അതിലുള്ള ഒരു കഥാപാത്രത്തിനും പകരം വയ്ക്കാൻ മറ്റൊരാളുണ്ടെന്ന് ഇല്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞുണ്ട്. പക്ഷേ അല്ല, നമ്മളിപ്പോഴും എല്ലാവരും ഇടയ്ക്ക് സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. നമ്മളെ കൂട്ടത്തിലുള്ളവരൊക്കെ ആയാലും സിനിമ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ മാതിരി അഡ്ജസ്റ്റ് ചെയ്ത്, സിനിമയാണല്ലോ നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു അതും മോഹിച്ചാണല്ലോ നമ്മളെല്ലാം ഈ മേഖലയിലേക്ക് പറഞ്ഞത്. ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളതാണല്ലോ. അപ്പോൾ പരമാവധി ഇതിൻ്റെ ഡേറ്റുകൾ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ തന്നെ നോക്കും. പിന്നെ ചിലപ്പോൾ ചില സിനിമകളിൽ ചില ഭാഗങ്ങളിലൊക്കെ വലിയ ആക്ടേഴ്സൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് പോകേണ്ടി വരണമെങ്കിൽ പോയേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറഞ്ഞ് പെർമിഷൻ എടുത്ത് പോകേണ്ടി വരും എല്ലാം. എന്നാലും പരമാവധി ഉള്ള ദിവസങ്ങൾ നമ്മൾ ഇവിടെ കീപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഏതൊരു അഭിനേതാവിനും ഉള്ളൊരാഗ്രഹമുണ്ട്, ഒരു ക്യാരക്ടർ തെച്ച് എനിക്ക് ഇന്ന ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ? അതായത് നമ്മുടെ ആരെങ്കിലും അഭിനയിച്ച ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ക്യാരക്ടർ ആയിരിക്കാം. അല്ല, ഞാൻ പറയില്ല, നമ്മളിപ്പോൾ ഈ മറിമായും ഇപ്പോൾ ഓൾറെഡി 15 വർഷമായി. ഞാൻ 14 വർഷമായിട്ട് പ്രോഗ്രാമിലുണ്ട്. ഈ 14 വർഷം കൊണ്ട് നമ്മളിപ്പോൾ ഏതാണ്ട് 1000 എപ്പിസോഡ് അടുത്ത് വരികയാണ്. ഈ ഓരോ എപ്പിസോഡിലും നമ്മൾ ഓരോ ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പല മോഹങ്ങളും അതിലൂടെ പൂവണിഞ്ഞിട്ടുണ്ട്. പല കഥാപാത്രങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ മാതിരി ഭയങ്കര കർക്കശക്കാരനെ ഒരു ക്യാരക്ടറാണെങ്കിൽ അങ്ങനെ, ഒരു അയ്യോ പാവമാണെങ്കിൽ അങ്ങനെ, തല്ലിപ്പൊളിയാണെങ്കിൽ അങ്ങനെ,
അങ്ങനെ ഇതിനകത്ത് തന്നെ നമുക്ക് പല പല ക്യാരക്ടറുകൾ, പേര് മന്മഥൻ ഒരു പേരാണെങ്കിലും അതിനകത്ത് ഓരോന്നിനും ചിലപ്പോൾ ഇന്ന് ഗുണ്ടയായിരിക്കാം ഇന്നത്തെ എപ്പിസോഡിൽ, നാളത്തേൽ പോലീസുകാരനായിരിക്കാം, മറ്റന്നാളത്തേൽ കള്ളനായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ അളിയനാവാം. അങ്ങനെ നമുക്ക് ഇതിനകത്തൊക്കെ നമ്മളിപ്പോൾ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അതല്ല, ഒരു 2 മണിക്കൂർ സിനിമ എന്ന് പറയുമ്പോൾ ഒരു കഥ എടുത്തിട്ട് അത് ചെയ്യുമ്പോൾ അതിനകത്തൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഇതാണ്. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ അഭിനയ സാധ്യതയുള്ള പരിപാടികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ ഈ തമാശ പരിപാടിയാണ്, നമ്മളിപ്പോൾ കോമഡി നമുക്ക് അത്യാവശ്യം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് എന്തെങ്കിലുമൊക്കെ ക്യാരക്ടർ റോളുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനിടയ്ക്ക് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ദൃശ്യം 3 കാണാത്തവർ കാണണം. കാരണം ഞാൻ റിയാസിക്ക എനിക്ക് കഴിഞ്ഞ ആഴ്ചയെ ഇൻ്റർവ്യൂ തരാമെന്ന് സമയം തന്നിരുന്നതാണ്. പക്ഷേ ദൃശ്യം ചില തിരക്കുകൾ കൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇന്നലെ രാത്രിയാണ് കണ്ടത്. അപ്പം കണ്ട് രാത്രി തന്നെ ഞാൻ മെസ്സേജ് അയച്ചു. കാരണം ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കൊണ്ട് പറയുന്നതല്ല, നിങ്ങൾക്കറിയാലോ ഞാൻ എല്ലാം വെട്ടി തുറന്ന് പറയുന്നതാണ്. പക്ഷേ വളരെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടിട്ട് ഒരു തീരുമാനിക്കട്ടല്ലേ? അല്ല, ഉറപ്പായിട്ടും അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട, കേരളത്തിൽ നിന്നല്ല മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര് കണ്ടിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സിനിമയുടെ റെസ്പോൺസ് അറിയാൻ പറ്റുന്നുണ്ട്. ഒത്തിരി പേര് നമ്മളെ സിനിമ കാണുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വിളിച്ച് നമ്പറുള്ളവർ വിളിച്ച് പറയുകയും, അല്ലാത്തവർ ഫേസ്ബുക്കിലൊക്കെ പല ഇതൊക്കെ ഇടുമ്പോൾ അതിൻ്റെ പോസ്റ്റിലൊക്കെ ആണെങ്കിലും കണ്ടിരുന്നു, നന്നായിരുന്നു, ക്യാരക്ടർ കൊള്ളായിരുന്നു, സിനിമ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ സിനിമയുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ് ആ സിനിമ എന്നുള്ളതും. അപ്പോൾ ഒരു വലിയ ഉത്തരവാദിത്വം. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഈ അലിയൻസ് ഒക്കെ നമുക്ക് ചിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ മരമായും ചിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഇത് താഴേക്ക് പോകരുത്. അല്ലെങ്കിൽ നമുക്ക് അത് നമ്മുടെ പ്രേക്ഷകർ അവർക്ക് ഒരു സ്ഥാനമുണ്ട്, അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനമുണ്ട്. അതിൽ നിന്നൊരു അല്പം പോലും താഴോട്ട് പോകരുത്. അതൊരു വലിയ ഉത്തരവാദിത്വം. ഉറപ്പായിട്ടും അത് ഞാൻ പറഞ്ഞില്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഇന്നാളും വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഒരാഴ്ചത്തെ എപ്പിസോഡ് 5 എപ്പിസോഡ് 5 ദിവസമായിട്ട് 5 എപ്പിസോഡ് വരുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം അല്പം ഒന്ന് പാളിയാൽ തന്നെ താഴെ വന്ന് കമൻ്റ് ഇടും. അപ്പോൾ ഇത് നിർത്താറായി, ഇതിൻ്റെ കാര്യം തീരാറായി, ഇത് കൊള്ളില്ല, ഇത് പിന്നെ എന്താണ് ആശയദാരിദ്ര്യം എന്നും പറഞ്ഞിട്ട് ചുമ്മാ കമൻറ്റ്. 4 ദിവസം നല്ലൊരു എപ്പിസോഡ് എടുത്തിട്ട് ഒരെണ്ണം സ്വാഭാവികമായിട്ടൊക്കെ വരാം. ഈ പറഞ്ഞ മാതിരി എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ല. നമ്മളെ വീട്ടിലിപ്പോൾ എല്ലാ ദിവസവും നമുക്ക് കറി ഉണ്ടാക്കല്ലേ, ചോറുണ്ടാക്കുക എല്ലാം എന്നും ഒരുപോലെ ഒന്നും ഇരിക്കില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ വരൂലേ. പക്ഷെ നമ്മൾ സഹിച്ചിരുന്ന് കഴിക്കൂലേ. അതാരാണ് നമ്മളെ ഭാര്യ ഉണ്ടാക്കണം, അമ്മ ഉണ്ടാക്കണം, അതുകൊണ്ട് അങ്ങനെ നമ്മൾ കഴിക്കും. അപ്പോൾ ഇത് അതുമാതിരി തന്നെ നമ്മൾ കുറേ കൂടപ്പുറപ്പുകളിരുന്നൊരു പരിപാടി നമ്മൾ ചെയ്തു വിടണമല്ലേ. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊന്ന് ക്ഷമിച്ചൂടെ. ചെറിയ പോരായ്മകളൊക്കെ വന്നു പോയിന്നിരിക്കാം. ഇടയ്ക്കൊക്കെ വായിക്കും, സമയം കിട്ടും. ഇതൊക്കെ വായിക്കണമില്ലേ, എന്നാലും നമ്മളെ തെറി വിളിക്കണൊക്കെ കേൾക്കുമ്പോഴേ പിന്നെ അല്ല സത്യം നമ്മളീ പറഞ്ഞ മാതിരി ചിലരൊക്കെ അതിനകത്ത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണവരുണ്ട്. ഇന്നത് നിങ്ങളെ ഇല്ലെങ്കിൽ ഇന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇന്ന ഇത് അങ്ങനെ പറയുന്നത് ചിലതും വായിക്കുമ്പോൾ കിട്ടും. അപ്പം അതിനകത്ത് കുറേ നമുക്ക് ഗുണം ചെയ്യണ കമൻറ്റുകളും ഉണ്ടാവാം. കുറേയൊക്കെ വായിക്കും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വായിച്ചിട്ട് ഇത് ഞാൻ പറയില്ലേ, നിങ്ങൾ പറഞ്ഞ മാതിരി എന്തിനും ഇതുണ്ടാകും നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അത് ചില ഈ പറഞ്ഞ മാതിരി കുറേ പേര് അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഇതിനോടൊക്കെ ഇഷ്ടം ഉണ്ടായിട്ട് ഒന്നും ആവാൻ പറ്റാത്തവരായിരിക്കാം. അങ്ങനെ കുറേ പേരുണ്ടാവാം ആയിരിക്കും എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഒന്നിനും തൃപ്തരല്ലാത്തവരൊക്കെ ആയിരിക്കാം. എല്ലാവർക്കും ഈ കുറ്റം അതൊരു മാനസിക ഒരു പ്രശ്നം പോലെയാണ്. എന്തിനും ഏത് നല്ലൊരു കാര്യം ചെയ്താലും അതിനെ വിമർശിക്കും. അതിന് നമ്മൾ കാര്യമുണ്ട്. ഈ പൊതുജനം പല വിധം എന്നാണ്. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചും ഈ ഇക്കയൊക്കെ കാണുമ്പോൾ ഇത്രയും മനുഷ്യൻ ദേഷ്യം വരും, ഈ മനുഷ്യൻ എപ്പോഴും ശാന്തനായിട്ടാണ്, എന്ത് കൂളായിട്ടാണ് എന്നൊക്കെ ചിന്തിക്കാൻ ദേഷ്യം വരാറുണ്ട്. സത്യത്തിൽ ദേഷ്യം വരാറില്ലേ? ദേഷ്യം ഞാൻ പറയില്ലേ, ഞാനിപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ എണീറ്റ് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണത് ദേഷ്യം എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു മനസ്സ് തരണേ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങണത്. ചിലതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാതെയൊക്കെ വരും. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള ദേഷ്യമൊക്കെ വീട്ടിൽ നമ്മൾ കാണിക്കും. പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്, അവിടെ തീർക്കും. അതാകുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. എന്തിനിപ്പോൾ പുറത്ത് പോയി ഇന്നത്തെ കാലത്ത് ആരോടും ഒന്നും മിണ്ടാതിരിക്കണതാണ് നല്ലത്. അതാണ് ഉച്ചയ്ക്ക് ടി വിയിൽ കാണിച്ചു, ഒരു വഴിതർക്കത്തിന്റെ പേരിൽ ബൈക്കുകാരനെ കുത്തി പരിക്കേൽപ്പിച്ചു. ആ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇത്രയും അല്ല, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നായിരിക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയ എവിടെ ചെന്നാലും ഇത് പെട്ടെന്ന് അതൊരു കാര്യമാണ്. അതിലുപരി ഒരു പറഞ്ഞ കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ
ഒരു 80, 90, 2000 വരെയുള്ള ഒരു നന്മയും സ്നേഹവും അതൊക്കെ പോയി. ഇല്ല. പണ്ട് റേസൊക്കെ ഓർക്കുന്നുണ്ടാവും. അവിടെ നമ്മുടെ നെടുമങ്ങാട്ട് 4 അമ്പലങ്ങളാണ്, 4 അമ്പലമായിട്ട് ഓട്ടവും. പിന്നെ ഓട്ട മഹോത്സവത്തിന് അന്ന് അവധിയായിരിക്കും. എല്ലാ ഈ 3 അമ്പലങ്ങളിലെയും കൂടെ ഉത്സവം ഒരുമിച്ച് എവിടെ നിന്നെല്ലാം എല്ലാ മതക്കാരും വന്ന് ഒത്തുകൂടുകയും ആ ഓട്ട ഇത് കാണാനൊക്കെ. അതെ, ഓട്ടം, നെടുമങ്ങാട് ഓട്ടം എന്ന് പറയുന്നത് ഫേമസ് ആണ്. അന്ന് ഉള്ള ഒരു, അതിപ്പോൾ നമ്മൾ പൊതുവെ നോക്കുമ്പോൾ പോലും അന്നുള്ള ഒരു ഇഴയെടുപ്പവും ബന്ധങ്ങളും ഒന്നും ഇന്ന് ഒരിടത്തും ഇല്ല. അല്ല, ഇത് ഒന്ന് എന്താ അറിയാമോ, ഒന്ന് ഭയമാണ്. ഇന്നിപ്പം വേറൊരിടത്തോട്ട് പോവാൻ ഭയം. ഒന്ന് ഈ പറഞ്ഞ മാതിരി എന്ത് സംഭവിക്കാം. ഈ പറഞ്ഞ മാതിരി നമുക്ക് ഒരിടത്തും പോയി പബ്ലിക്കിൽ ഈ ഉത്സവമൊന്നും മാത്രമല്ല, ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ നമ്മുടെ പിള്ളേരെയൊക്കെ പറയണം, നിങ്ങൾ ആവശ്യമില്ല അവിടെ ഇവിടെയൊന്നും പോയി അതൊന്നും കാണാൻ നിൽക്കണ്ട. ഇത് വഴിയെ പോണതൊക്കെ വേണമെങ്കിലും നമ്മുടെ തലയിൽ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മളും എപ്പോഴും പിള്ളേരുടെ വേണം, നമുക്കൊരു ധൈര്യക്കുറവാണ്. പണ്ട് നമ്മളൊരു കാലഘട്ടത്തിൽ ഒരു ടെൻഷനും ഇല്ല. ഇന്നിപ്പം പിള്ളേർ പോയിട്ട് തിരിച്ചു വരണവർ നമുക്ക് ടെൻഷനാണ്, പേടിയാണ്. തീർച്ചയായിട്ടും. അല്ല, അത് നമ്മൾ പറഞ്ഞല്ലോ, പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹ മാധ്യമങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്രയും വഴക്കുകളൊന്നും പുറത്തറിയില്ല. പണ്ടൊക്കെ നമ്മൾ ഈ കഞ്ചാവ് എന്ന് കേൾക്കുന്നത് തന്നെ വളരെ അപൂർവമായിട്ടുള്ള വസ്തുവായിട്ടാണ്. ഇന്ന് കഞ്ചാവ്, MDMA, ഇന്നിപ്പം ഉച്ചയ്ക്ക് TV യിൽ വാർത്ത കാണിച്ചത് ഒരുത്തൻ ചോറിനകത്തിട്ട് കഞ്ചാവ് ചോറിട്ട് ഉണ്ടാക്കുന്നത്. അത് എക്സൈസുകാർ റെഡിക്ക് വന്നപ്പോൾ എടുത്തത് കുക്കറിനകത്തിട്ടു, കുക്കർ വിസിലടിച്ചു, അപ്പം മണം വരുന്നു, ഇവർ പിടിച്ചോണ്ട് ഇന്ന് വന്നിട്ടുള്ള ഉച്ചയ്ക്ക് ഞാൻ കണ്ട ന്യൂസിലുണ്ടായിരുന്നത് അതാണ്. ചോറ് എന്നിട്ട് വിളിച്ചാൽ പറഞ്ഞു, സാറേ ഒന്ന് മര്യാദയ്ക്ക് ചോറും കറിയും തിന്നാണെങ്കിലും സമ്മതിക്കില്ല. ഇന്നലെ ഒരുത്തൻ വേറൊരുത്തന്നെ കഴക്കൂട്ടത്ത് പിടിച്ചു, വളർത്തിയത് കൃഷി, ചമ്മന്തി അറിയാം, കൃഷി ചെയ്യുന്നത്. അതൊക്കെയാണ്, അതാണ്. അപ്പൊ ഇത്ര ഇരുളും വെളിവും ഇല്ലാത്ത ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഞാനേ എപ്പോഴും മിക്കവാറും ഈ വൈകുന്നേരങ്ങളിൽ, പല വൈകുന്നേരങ്ങളിലും ഈ ശാസ്ത്രമംഗലത്ത് ഫുട്പാത്തിലൂടെ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ അത് ഡിസ്റ്റർബ് ചെയ്യേണ്ട, അങ്ങനെ നമ്മൾ പരിചയമില്ലല്ലോ, ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ അതെ കാണാറുണ്ട്. നിങ്ങൾ നടന്നു പോകുന്നത് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. ചിലപ്പോൾ ചില വണ്ടിയിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ പലപ്പോഴും അത് പിന്നെ സീരിയലായിരുന്നാലും ഒക്കെ ധരിക്കുന്ന ഡ്രസ്സുകൾ വ്യത്യാസമാണ്. എങ്ങനെയാണ് നല്ല നല്ല വെറൈറ്റി ഷർട്ടുകൾ? സത്യം, നമ്മൾ കഥാപാത്രം അങ്ങനത്തെ ഒരു സാധനം ബിൽഡപ്പ് ചെയ്തപ്പോൾ അതിനൊന്നുകൂടെ ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഈ കോസ്റ്റ്യൂം അത് ഞാൻ ഇങ്ങനെ നമ്മൾ ആലോചിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാണ്. നമുക്ക് കാരണം ഈ അലയൻസിൽ നമ്മുടെ ഓൺ കോസ്റ്റ്യൂംസാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് ഈ കഥാപാത്രത്തിൻ്റെ ഒരു ഇന്നസെൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഇത് ഒരു സപ്പോർട്ടാവും. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആൾക്കാർക്ക്. പലരും ക്ലീറ്റോ ഷർട്ട് എവിടെ നിന്നാണ്, ആ ഷർട്ട് എവിടെ നിന്നാണ്, അത് ഒത്തിരി പേര് എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട്, കമൻറ്റുകളും ഒക്കെ ആയിട്ട്. ഞാൻ പറയാം അങ്ങനെയുള്ള രഹസ്യങ്ങളെല്ലാം ഒന്നും പറഞ്ഞു തരില്ല. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ എനിക്ക് നമ്മുടെ കുറേ നല്ല സുഹൃത്തുക്കൾ അങ്ങനത്തെ ഷർട്ടുകൾ എവിടെയെങ്കിലും കാണുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് തരാറുണ്ട്. അവർ കൊണ്ട് തരും, ഇത് നിങ്ങൾക്ക് പറ്റിയ ഷർട്ടാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തരാം. അങ്ങനെ ഒത്തിരി പേര് നമ്മളിവിടെയൊക്കെ ഇഷ്ടമുള്ളവർ കൊണ്ട് തരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ കുടുംബങ്ങളിലും എത്താറുണ്ട്, എല്ലാ കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ടവനാണെങ്കിൽ പോലും ഇക്കയുടെ കുടുംബത്തിനെ കുറിച്ച് പലർക്കും അറിയില്ല. അപ്പോൾ അതുകൂടി ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് കുടുംബം. ഇനി എൻ്റെ കുടുംബം, ഞാൻ പിന്നെ 3 മക്കളാണ്, 3 പിള്ളേരാണ്. മൂത്തയാൾ ഒരു ചെറിയ ജോലി ഉണ്ട്, 2ാമത്തെ ആൾ ഡിഗ്രിക്ക് 3rd ഇയർ, ചെറിയ ആൾ 9ാം ക്ലാസ്സിൽ. വൈഫ് നേരത്തെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഹൗസ് വൈഫാണ്. പിള്ളേരെ കാര്യമൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോണ്. അതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സന്തുഷ്ട കുടുംബം. സമാധാനം, സന്തോഷം. അതെ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണം. നന്നായിട്ട് പോകുന്നു. അതെ, സമാധാനമുണ്ട്. ഞാൻ പറയില്ലേ, നമ്മൾ ഉള്ള സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. കാരണം ഒരുപാട് നമ്മൾ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം, അങ്ങനെ ഒരാൾ, നമ്മൾ ആരാധിക്കുന്ന ഒരാൾ ഇപ്പോൾ ഇവിടെ വരാനും ഇത്രയും സമയം ഞങ്ങളോടൊപ്പമൊക്കെ ചിലവഴിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം, ഏതാ ചാനല്ല DNA ഓൺലൈനല്ലേ, അപ്പം വേണ്ട ഞാൻ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയാം. പക്ഷെ അതൊന്നും പറയാതെ വിളിച്ചപ്പോൾ തന്നെ ഇപ്പോൾ വേണം എന്ന് ചോദിക്കുകയും അതിനുള്ള നമ്മൾ ഈ പലപ്പോഴും ഇന്റർവ്യൂ പലരും വിളിക്കുമ്പോൾ നമുക്ക് ഈ പറയാൻ വിഷയങ്ങളും കൂടെ ഉണ്ടാവണമല്ലോ. അല്ലേ, അതിൽ ഇത് കാണാൻ ഒരു പ്രേക്ഷകരാണ്, ഒരു വിഭാഗമാണ് ഉള്ളത്. അതാണ് അതിനകത്തൊരു വലിയ അതിൽ 2-3 അപകടങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും ഈ അവരെ കുറ്റം പറയില്ല. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നൊരു സമയം. അപ്പോൾ വിളിക്കുമ്പോൾ ഏതാണ് ഓൺലൈൻ ചാനൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു സംശയം ഉണ്ടാവും. കാരണം അവർ പലരും എന്തെങ്കിലും ഒരു വിവാദത്തിൽ കൊണ്ട് ചാടിച്ച് അവരെ മോശക്കാരെ. അതിൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇടയ്ക്ക് പിന്നെ ഒരു 5 ദിവസം ഫുഡ് പോയ്സൺ അടിച്ച് ഹോസ്പിറ്റലായിരുന്നു.
കിംസിലായിരുന്നു ഒരു 5 ദിവസം. ഞാൻ ഡിസ്ചാർജ് ആയ ലാസ്റ്റ് ദിവസം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഞാൻ അന്ന് ഇരുന്ന ഹോസ്പിറ്റൽ ഡ്രസ്സായിരുന്നു. ഞാനൊരു അപ്പോൾ കുറേ ദിവസം സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ഈ ഡിസ്ചാർജ് ആവുന്നതിൻ്റെ അന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ഒരു ഇത് എൻ്റെ പേജിലിട്ട് ഞാൻ പറയാം, ഇങ്ങനെ 5 ദിവസമായിട്ട് പിന്നെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഇത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ നോക്കുക പുറത്തുനിന്നുള്ളത്. ഞാനിങ്ങനെ പോയി വന്നപ്പോൾ എനിക്ക് പറ്റിയതാണ് ഫുഡ് പോയ്സൺ എന്നെല്ലാം പറഞ്ഞ് എൻ്റെ ശരീരഭാരം ഒരു 3-4 കിലോ പോയി, അത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതിട്ടിരുന്നു. കാരണം എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടതാണ്, ഈ പുറത്തിറങ്ങി ഫുഡ് കഴിക്കുക അത് ശ്രദ്ധിക്കാൻ വേണ്ടി. പിന്നെ നോക്കിപ്പോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ മറിമായ മന്മഥൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എനിക്കിനി ഫോൺ കോൾ വരാൻ അയ്യോ ഭയങ്കര അബദ്ധമായിപ്പോയി. എനിക്കത് പിന്നെ തോന്നി അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ആ പോസ്റ്റ് ഇടണ്ടായിരുന്നു എന്ന് തോന്നി. സത്യം എന്നെ ഇനി വിളിക്കാത്തവരായിട്ട് വളരെ അപൂർവം പേരേ ഉള്ളൂ. എല്ലാവരും വിളിച്ചിട്ട്, പക്ഷേ പിന്നെ ഒരു കാര്യം സന്തോഷമായി, നമുക്കിത് വന്നപ്പോൾ ഇത്രയും പേര് വിളിക്കാൻ നമ്മുടെ ആളുണ്ട് എന്നുള്ളതേ. നമുക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട് എന്നുള്ളൊരു ധൈര്യമാണ്. അപ്പോൾ ഇതാ പറഞ്ഞത്, ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയ പലതിനെയും വളച്ചു കെട്ടുന്ന ഒരു പ്രശ്നം മാത്രമല്ല. ഈ നമ്മളിപ്പോൾ ഒരു ഗസ്റ്റിനെ വിളിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ ചെയ്യുമ്പം അവർ സംസാരിച്ച് പോകുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് വരാം, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് റീച്ചാണ്, പക്ഷേ അത് അവർക്ക് ഗുരുതരമായി ആണ്. അതിൻ്റെ ഒരു വലിയ ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഇപ്പോൾ അടുത്ത ദൃശ്യത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത്, അപ്പോൾ എന്നോട് ചോദിച്ചു ദൃശ്യം 4ഉം 5ഉം ഒക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് അത് എനിക്കറിഞ്ഞൂടാ, ജിത്തു സാറാണത് പറയേണ്ടത്. എന്നിട്ട് ഞാൻ പറഞ്ഞ് ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് 4ഉം 5ഉം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ കാണുന്ന എൻ്റെ ആ ഫോട്ടോയും വെച്ച് തമ്പനയിൽ വെച്ചിട്ട് എൻ്റെ ദൃശ്യം 4ഉം 5ഉം ഉണ്ടാകാം എൻ്റെ ഫോട്ടോ വെച്ചിട്ട്. അപ്പോൾ എനിക്കതിന് പലയിടത്തും വിളി വന്നു, നിങ്ങളാണ് അതൊക്കെ തീരുമാനിക്കണമെന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചു. അതല്ലേ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ ഉപദ്രവിക്കില്ലെന്ന്. അല്ല അത് പറയും. ഞാൻ ഈ പലരെ ഇൻ്റർവ്യൂ ചെയ്ത കൂട്ടത്തിൽ അവരുടെ വായിൽ നിന്ന്, ഇപ്പം നമ്മൾ മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടും നമ്മളൊരു കാഷ്വൽ ടോക്ക് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വായിന്ന് വീഴും. ആ വായിന്ന് വീഴുന്ന സമയത്ത് അതിനെടുത്ത് കഴിഞ്ഞാൽ എനിക്കറിയാം ഇത് വിവാദമാവും, വിവാദം എനിക്ക് റീച്ച് കൂടും. പക്ഷെ അത് ആ മനുഷ്യനെ അതാണ്, അതൊരു ഭയങ്കര അല്ല. അതുകൊണ്ടാണ് പലരും ഈ ഓൺലൈൻ മീഡിയ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ പോകാൻ മടിക്കുന്നത്. അതുകൊണ്ടാണ് ചുമ്മാ നിസ്സാര കാര്യങ്ങൾ ഒരു ഇതും ഇല്ലാതെ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ആശുപത്രി കിടന്നതാണെങ്കിലും ഈ ദൃശ്യം 3 അടുത്ത 4ഉം 5ഉം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ പറഞ്ഞതിനൊക്കെ എടുത്ത് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടായി, കുറേ ഒരു രീതിയിലെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി. അത് ചിന്തിക്കുന്നില്ല. കാരണം ആൾക്കാർ ഈ പലരും അത് കണ്ട തലക്കനം ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ തന്നെ എന്തോ എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഇക്ക പറഞ്ഞെന്നുള്ള ഈ കാര്യം അറിയാം. അതെ 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 ആൾക്കാർക്ക്. പിന്നെ അതുപോലെ തന്നെയാണ് മറുമായത്തിൽ പണ്ടൊരു ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ എംപിയുടെ ഇംഗ്ലീഷ് പറയുന്നത്. അതും വലിയ രീതി. അതെ 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 അല്ല, അത് ഈ പറഞ്ഞ മാതിരി നമ്മൾ ആക്ച്വലി അത് അദ്ദേഹത്തിനെ കളിയാക്കി ആ എപ്പിസോഡ് കാണുമ്പോഴേ അറിയാൻ പറ്റും അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നുള്ളതും. അത് നമ്മൾ പറഞ്ഞില്ലേ, വ്യക്തിഹത്യ നടത്തുന്നത് അത് നമ്മളെ ഈ ജനത്തിൻ്റെ ഒരു ഇതാണ്. ആരെ എങ്ങനെ കളിയാക്കാം, ആ ആളിലുള്ള നല്ലതിനെ ആരും എടുക്കില്ല. ആ വ്യക്തി എന്താണെന്നും ആ വ്യക്തിക്കുള്ള കുറേ നല്ല ക്വാളിറ്റീസും അതൊന്നും എടുക്കില്ല. അയാളെ നിന്ന് വീണ ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ ആഘോഷമാക്കി അതിനെ ഇട്ട് പൊങ്കാല അടിക്കുന്നതാണ് സോഷ്യൽ മീഡിയ. ആൾക്കാർക്ക് എപ്പോഴും അതാണ് ഇഷ്ടം. അല്ല അതാണ് നമുക്ക് പറഞ്ഞില്ലേ, അപ്പുറത്തുള്ളവൻ്റെ കുറ്റം എന്താണ് അത് കണ്ടെത്തുക, അത് കാണാൻ, അത് ആസ്വദിക്കാനുള്ളതാണല്ലോ എല്ലാവരുടെയും ഇഷ്ടം. നമ്മളെ കുറവും അതൊന്നും മറുഭാഗത്ത് നിൽക്കുന്ന ആളിനെ അത് എങ്ങനെ ബാധിക്കുന്നു, അയാൾ എത്രമാത്രം വിഷമിക്കുന്നു, ഇതൊന്നും ചിന്തിക്കാൻ ആർക്കും സമയമില്ല. അത് അങ്ങനെയാണ് നമ്മുടെ. അപ്പോൾ ഒരുപാട് സമയം അനുവദിച്ച സമയത്തിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയി. എന്തായാലും അല്ല, ഞാൻ സമയം അനുവദിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇന്ന് ആർക്കും സമയമില്ല. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ കണ്ടുപോണ കാര്യങ്ങളെ ആൾക്കാർ ഇരുന്ന് കാണുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു 10-15 മിനിറ്റുള്ള പരിപാടിയിൽ തീർത്താൽ എല്ലാവരും ഇരുന്ന് കാണും. ചിലപ്പോൾ ഈ അരമണിക്കൂറും 1 മണിക്കൂറും നമ്മളെ ഒന്നും കാണാനും സഹിക്കാനും ഒന്നും ഇപ്പോൾ സത്യം അതൊരു പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആൾക്കാരുടെ തിരക്കാണ്. അപ്പം അരമണിക്കൂർ നമ്മളെ പ്രോഗ്രാം അവർ കാണുന്നത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. സത്യം അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അവരെ വിലപ്പെട്ട സമയമാണ്. അല്ല ആകെ ശരിയാണ്, ആകെ കിട്ടുന്നത് 1.5 GB ആണ്. 312 രൂപയ്ക്ക് കണ്ട ചെയ്ത് കഴിഞ്ഞാൽ ആകെ 1.5 GB റേഷൻ പോലെ. നമുക്ക് ഈ മറിമായത്തെക്കുറിച്ച് പറയുമ്പോൾ 1-2 പേരെ കൂടി പറ്റി പ്രതിപാദിക്കാതെ പോകാൻ പറ്റില്ല. ഒന്ന് മണികണ്ഠൻ പട്ടാമ്പി, അസാധ്യമായിട്ടുള്ള അസാധ്യമായിട്ടുള്ളൊരു. അതെ 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 ഞാൻ പറയില്ല, നമ്മളൊക്കെ പലപ്പോഴും നമ്മളെ ഈ
ആക്ടിങ്ങിൻ്റെ പല കാര്യങ്ങളും പുള്ളിയുടെ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. പുള്ളി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിനകത്ത് ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഇതിലത് കട്ടായാൽ പുള്ളി ആ കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇരിക്കുന്നത് അത് അവിടെ അത് ബ്രേക്ക് ചെയ്തിട്ട് അത് പുള്ളി അത് ഹോൾഡ് ചെയ്യും. പക്ഷെ അത് വേണം, അത് അടുത്ത അതിൻ്റെ ബാലൻസ് ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ ആ കറക്റ്റ് കണ്ടിന്യൂറ്റി ഒക്കെ നമ്മളൊരു ആർട്ടിസ്റ്റ്, അതൊക്കെ നമ്മൾ പുള്ളിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. പുള്ളി ഇപ്പോഴും ആ കാര്യം. പിന്നെ അതുപോലെ ആക്ടിങ്ങിൻ്റെ പല കാര്യങ്ങളും പുള്ളിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. പുള്ളിയൊക്കെ നമ്മളെ ഒരു ഗുരുനാഥൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനത്തെ നമുക്ക് ഒരുപാട് ഈ അവസരങ്ങൾ അദ്ദേഹം തേടി പോകാത്തത് കൊണ്ടാണോ, അവസരങ്ങൾ തേടി വരാത്തത് കൊണ്ടാണ്? കാരണം പുള്ളിയുടെ ഒരു റേഞ്ച് വെച്ചിട്ട് പുള്ളി അവിടെ നിന്ന് എത്തിയാൽ നിന്നാൽ പോരല്ലോ. ആണ്, അത് എനിക്കറിയില്ല. അതിൻ്റെ തേടിപ്പോകലൊന്നും ഇല്ല നമ്മളെ അടുത്ത് വെച്ചിട്ട്. അതൊരു ഇതാണ്, തേടി വരണത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞമാതിരി ഇപ്പം ഇഷ്ടംമാതിരി ആൾക്കാർ ഉണ്ട്, ഈ അവസരമേ വേണമെന്ന് പറഞ്ഞ് ഓടി നടക്കുകയാണ്. എല്ലാവരും ഓർക്കണമെന്നില്ല. അതാണ് ഇതിനകത്തെ. നമ്മളൊരു മെസ്സേജിലൂടെയെങ്കിലും ബന്ധപ്പെട്ട, ഇപ്പം എനിക്ക് ജിത്തു സാറിനെ ഞാൻ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് അങ്ങനെയൊക്കെയാണ് സാറിൻ്റെ ആദ്യ സിനിമയിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതുമാതിരി ആവശ്യക്കാർ ഒരുപാട് പേര് നിൽപ്പുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണോ. അപ്പം ബന്ധങ്ങളും ഇതിനകത്തൊരു ഇതാണ്. ഓർമ്മ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഓർമ്മിക്കണം എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു, അതുപോലെ അതെ, നിയാസ്കയൊക്കെ അസാധ്യ ആക്ടറാണ്. പിന്നെ നമുക്ക് പറയേണ്ടതാണ് നിയാസ്ക അസാധ്യമായിട്ടുള്ള. നിയാസ്ക അതേ പറഞ്ഞില്ലേ, നിയാസ്ക ആക്ടിങ്ങിൽ ഈ പറഞ്ഞ മാതിരി ഒരു പുലി തന്നെയാണ്. ചില ക്യാരക്ടറൊക്കെ ചെയ്യണ്ടല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എനിക്ക് 1-2 എപ്പിസോഡൊക്കെ കണ്ട് സങ്കടം തന്നെ. ഒരു സെക്യൂരിറ്റി, ഒരു പ്രൈവറ്റ് ഫാമിലി സെക്യൂരിറ്റി ആയിട്ട് നിയാസ്ക എൻ്റെ സ്ഥാപനത്തിന് തന്നെ സെക്യൂരിറ്റിയാണ്. ഈ സെക്യൂരിറ്റിമാരോടുള്ള ഈ ആൾക്കാരുടെ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ ഇയാളെ ഷൗട്ട് ചെയ്യണത്, ഇയാളെ അടിക്കണതും അയാൾക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ്. റിട്ടയർഡ് പട്ടാളത്തിൽ നിന്ന് പെൻഷനായ ഒരാളാണ്. അത് എനിക്ക് ഭയങ്കര സങ്കടം വന്നൊരു എപ്പിസോഡായിരുന്നു നിയാസ്കയുടെ പെർഫോമൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ ഉണ്ട് നിയാസ്കയൊക്കെ. പിന്നെ ഓരോ ക്യാരക്ടർ വരുമ്പോഴും, പിന്നെ കോയ ഏറ്റവും ചിരിപ്പിക്കണ, മറിമായത്തിൽ ഏറ്റവും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഒരു ഇതാണല്ലോ ക്യാരക്ടറാണ് കോയ. അതുമാതിരി തന്നെയാണ് നമ്മളെ പരകായ പ്രവേശമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ യഥാർത്ഥത്തിൽ സത്യം പറയാലോ, നമ്മൾ ഈ പല സിനിമകളിലും ആക്ടർമാർ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ ഈ മറിമായത്തിലും ഇതിലൊക്കെ വരുന്നത് അതുമാതിരിയാണ്. അതുപോലെ തന്നെയാണ് സുഗതൻ എന്ന് പറയുന്ന മണി ഷൊർണൂർ. മണി നമ്മളെ അളിയൻസിലെ അമ്മാവനായിട്ടും ഭയങ്കര പെർഫോമൻസ് ആണ് മണിയുടെ. അതുമാതിരി അസാധ്യ ഒരു ആക്ടറാണ് മണി. പിന്നെ അതുമാതിരി അതിനകത്ത് മണ്ടോദരി പറയാതിരിക്കാൻ പറ്റില്ല. മണ്ടോദരി എന്തെല്ലാം ക്യാരക്ടർ, ഞങ്ങളെയൊക്കെ അതിനകത്തുള്ള ഈ ആണുങ്ങളുടെ എല്ലാം ഭാര്യയായിട്ടും അമ്മയായിട്ടും അമ്മുമ്മയായിട്ടും കാമുകിയായിട്ടും അനിയത്തിയായിട്ടും ഒക്കെ വേഷം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു അസാധ്യ പെർഫോമറാണ് മണ്ടോദരി. പിന്നെ രാഘവേട്ടൻ. പിന്നെ നമുക്ക് ഒരു നികത്താൻ പറ്റാത്തൊരു നഷ്ടമായിരുന്നു സുമേഷ് ഏട്ടൻ, നമ്മളെ ഖാലിദിക്ക. എൻ്റെ പേര് സുമേഷ് ഏട്ടൻ. അതെ, സുമേഷ്. ഖാലിദിക്കയ്ക്കൊന്നും പകരം വയ്ക്കാൻ ഒരാളില്ല. എന്തൊരു റേഞ്ചുള്ള ആർട്ടിസ്റ്റാണെന്നറിയാമോ അദ്ദേഹം. എന്തിനും തയ്യാറായിരുന്നു. ആ പ്രായത്തേക്ക് വെല്ലുന്ന രീതിയിൽ എന്ത് പറഞ്ഞാലും ആക്റ്റീവായിട്ട് ചാടി, അവിടെ ചാടണോ ഇവിടെ ചാടണോ, അതൊരു ഭയങ്കര സംഭവം തന്നെയായിരുന്നു. അതൊരു വല്ലാത്ത നഷ്ടമാണ് ഞങ്ങളെ മറിമായത്തിൽ. ഈ ഒരു നികത്താൻ പറ്റാത്തൊരു ഇതെന്ന് പറയുന്നത് തന്നെയാണ് ഖാലിദിക്ക. എന്തായാലും എല്ലാവരോടും, ഒരാളെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല എങ്കിലും എല്ലാവരോടും മറിമായത്തിൽ പറയാം. ഒരാളെ വിട്ടുപോയി നമ്മൾ, വിനോദ് കോവൂര്. അയ്യോ, ആണ് ഞാൻ ഓർത്ത് കേട്ടോ. ഞാൻ ഓർത്തിട്ടേ അതെ, MIT മൂസയും ഒക്കെ ആയിട്ട് മൊയ്തു നമ്മുടെ മറിമായത്തിലെ വിനോദ്. ഈ പറഞ്ഞ മാതിരി ആ ഒരു കോഴിക്കോട് സ്ലാങ്ങും അത് പറഞ്ഞ മാതിരി അസാധ്യമായിട്ട് അതിലൂടെ ചിരിപ്പിക്കുകയും, പിന്നെ നല്ല ടൈമിംഗ് ആണ്. പിന്നെ വിനോദ് അസല് ഗായകനാണ്, നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ ഒരു എല്ലാ പ്രതിഭകളും എല്ലാം അതിലുള്ള പറയല്ലേ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അതിൻ്റെ കൂടെ ചെന്ന് നമ്മളും കൂടെ കൂടിയപ്പോൾ നമ്മളും കുഴപ്പമില്ലാതെ ഒരു മെച്ചപ്പെട്ട് പോകണമെന്ന് വിചാരിക്കണേ. അതാണ് ഈ എല്ലാവരുടെയും കൂടെ ഈ ഒരു കൂട്ടായ്മയാണ് അതിൻ്റെ ഒരു വിജയം. എന്ത് വന്നാലും അതിലിനിപ്പോൾ വേറെ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇപ്പം റിയാസ്കയ്ക്ക് ചിലപ്പോൾ സിനിമയിൽ അവസരങ്ങൾ കിട്ടിപ്പോയി, റിയാസ്കയ്ക്ക് പകരം അവിടെ വേറെ ഒരാളിനെ കൊണ്ടുവന്നു. ഒരിക്കലും റിയാസ്കയ്ക്ക് പകരമാകില്ല. നമ്മൾ മറ്റേതെങ്കിലും ഒരു സീരിയലോ അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഇത് ഒരിക്കലും അങ്ങനെ വരില്ല. എന്തായിരുന്നാലും ഈ അളിയൻസിലെയും മറിമായത്തിലെയും എല്ലാ ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്തും, പ്രത്യേകിച്ചും ഈ എല്ലാവരോടും, ഒരാളുടെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരോടും എൻ്റെ പ്രത്യേക അന്വേഷണം ഒന്ന് അറിയിച്ചിരിക്കണം. തീർച്ചയായിട്ടും അറിയില്ല എങ്കിലും പറയാം, ഉറപ്പായിട്ടും പറയാം. ഇങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്,
എനിക്ക് പറയാമല്ലോ ധൈര്യമായിട്ട്. അതെ, ഓക്കെ.